ഹായ്ഡാ, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വന്നു. ഇയാൾ തെറ്റിച്ചല്ലോ. എടാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഓൾ, ഗുഡ് മോർണിംഗ് ഓൾ. ഹായ് ഹായ് ഹായ്. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ആണ്. വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഇന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സാമുകളിലേക്ക് പോകാൻ പോവാണ്. റെഡി ആണല്ലോ? നിങ്ങൾ റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് കുറവായിരിക്കും, എന്നാലും നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കൺസംപ്ഷൻ ഓഫ് ഫ്യൂവൽ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വെഹിക്കിൾ. രണ്ട് കാര്യങ്ങൾ ഒരേപോലെ കൂടിയോ കുറയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു അല്ലേ? വളരെ സിമ്പിൾ ആയുള്ള കാര്യം. അടുത്തത് മാക്സിമം വാല്യൂ ഓഫ് എ കോറിലേഷൻ 1 ആണെന്നും മിനിമം വാല്യൂ -1 ആണെന്നും പറഞ്ഞു. ദെൻ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇൻകം എക്സ്പെൻസ് ഒരേ രീതിയിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സാധനമാണ് പോസിറ്റീവ് കോറിലേഷൻ. എക്സാമ്പിൾ ആണ്. ആൻഡ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈയും വി ഓഫ് എക്സും വി ഓഫ് വൈയും തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ആർ? എടാ, അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൊവേരിയൻസ് എക്സിന്റെ ഇക്വേഷൻ. സോ ആർ ഈക്വൽ ടു കൊവേരിയൻസ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ എന്നുള്ളതാണ് എന്ത്? ആറിന്റെ ഇക്വേഷൻ ആണ്, കോറിലേഷൻ കോയിഫിഷ്യന്റിന്റെ. അവർ നിങ്ങൾക്ക് വി ഓഫ് എക്സ് ആണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് സിഗ്മ എക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. റൂട്ട് വി ഓഫ് എക്സ് ആണ് സിഗ്മ എക്സ്. അപ്പൊ അത് രണ്ടും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. അപ്പൊ അത് രണ്ടും കിട്ടിയാൽ നിങ്ങൾക്ക് ആറ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. 6 കിട്ടി. അപ്പൊ ഇക്വേഷൻ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മളിത് പെട്ടെന്ന് തീർക്കും. ക്യുക്കായുള്ള റിവിഷൻ മാത്രമാണ്. സോ ഇനി അടുത്തത് ഇവിടെ രണ്ട് കൊവേരിയൻസ് ഓഫ് എക്സ് വൈയും സിഗ്മ എക്സ് സിഗ്മ വൈയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് എന്ത്? ആറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. അങ്ങനെയാണ് രണ്ടും ഈക്വൽ ആണെങ്കിൽ രണ്ടിനും പകരം സിഗ്മ എക്സ് സിഗ്മ വൈ എഴുതിയാൽ മതി. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആറ് നമുക്ക് കിട്ടിയത് 1 ആയിരുന്നു. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കിക്കേ. കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 0.2 ആണെങ്കിൽ 3x ആൻഡ് വൈ തമ്മിലുള്ള കോറിലേഷൻ എന്ത്? ആ എക്സിനോടും വൈനോടും എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആഡ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അത് തമ്മിലുള്ള കോറിലേഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സെയിം തന്നെ ആയിരിക്കും എപ്പോഴും. സിമ്പിൾ. ഇനി 3 ടൈപ്പ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ കോറിലേഷന്. പോസിറ്റീവില് 2 വേരിയബിളും കൂടും, അല്ലെങ്കിൽ 2 വേരിയബിളും ഒരേ സമയം കുറയും. ഒരേ സമയം കൂടുകയോ കുറയുകയോ ചെയ്യും. ആൻഡ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്പ്, പ്രൈസ് ആൻഡ് സപ്ലൈ, ഇൻകം ആൻഡ് എക്സ്പെൻസ്. സിമ്പിൾ ആയിരുന്നേ. നെഗറ്റീവ് ആണെങ്കിൽ ഒന്ന് കൂടിയാൽ അടുത്തത് കുറയും, ഒന്ന് കൂടിയാൽ അടുത്തത് കുറയും, അടുത്തത് കുറഞ്ഞാൽ ഒന്ന് കൂടും. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ വന്നിടോ എന്നോട് തനിക്ക് ക്രഷ് ആയിരുന്നോ? എന്തൊക്കെയാ പറയുന്നത് നിങ്ങള്? സോ നോക്കിക്കേ, നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒന്ന് കൂടിയാൽ അടുത്തത് കുറയും, അടുത്തത് കുറഞ്ഞാൽ മറ്റേത് കൂടും സ്വാഭാവികമായിട്ടും. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, പ്രഷർ ആൻഡ് വോളിയം ഒക്കെ എഴുതിയാൽ മതി. അപ്പൊ ഒന്ന് കൂടിയാൽ അടുത്തത് കുറയും. അത് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കട്ടോ. സോ റെഡി. സാറിന് ഉറക്കം വരുവാണോ? ഞാൻ ഉറക്കത്തിന് എണീച്ച് വരികയാടാ. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്കിക്കേ. നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ സീറോ കോറിലേഷൻ ആണ്. സീറോ കോറിലേഷന്റെ പ്രത്യേകത എന്താ? അവ രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. 2 വേരിയബിളും തമ്മിൽ നോ റിലേഷൻ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ് ഒക്കെ കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്തത് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ ബൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് തരുന്നതിന് ആദ്യത്തിന് എക്സ് എടുക്കുക, രണ്ടാമത്തതിന് വൈ എടുക്കാം. അപ്പൊ എക്സിന് ഒരു കോളം, വൈക്ക് ഒരു കോളം. എക്സ് വൈൻ്റെ ഒരു കോളം ഉണ്ടാക്കണം, എക്സ് സ്ക്വയറിന്റെ ഉണ്ടാക്കണം, വൈ സ്ക്വയറിന്റെ ഉണ്ടാക്കണം. ആ ഇക്വേഷൻ പ്രകാരം എന്ത് ചെയ്യുക? വാല്യൂസ് ഇങ്ങനെ ചാമ്പി കൊടുക്കുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആർ ഈസ് ഓൾവേസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 -1 ആൻഡ് 1 ട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ് കാണാൻ പറയുന്നതെങ്കിൽ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണെങ്കിൽ റോ ഈക്വൽ ടു 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ. ഈ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടാവും. അത് തമ്മിലുള്ള വ്യത്യാസം, റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഡി എന്ന് പറയാ. ഈ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എണ്ണമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എത്ര എണ്ണം തന്നു നോക്കിക്കേ? 8 എണ്ണം ഉണ്ട്. ആൻഡ് നിങ്ങൾ ഡി ഫൈൻഡ് ചെയ്യുക. ഡി ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡി സ്ക്വയറും കിട്ടും. ആ ഡി സ്ക്വയർ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്മ ഡി സ്ക്വയർ കിട്ടും. ആ സിഗ്മ ഡി സ്ക്വയറും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ദിസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഈസിയാണ്, സിമ്പിൾ ആണ്. അപ്പോൾ മറക്കരുത്. റെഡി. ഇനി നമുക്ക് ഉണ്ടായിരുന്നത്
ഞാൻ ഒരു ഓർഡറിൽ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കുകയാണ്. എന്നിട്ട് ഞാൻ അടുത്ത റുഷിത മിസ്സിനെ വിളിക്കും. അതേപോലെ സ്വാതി മിസ് ഒക്കെ നിങ്ങൾക്ക് വരും. ചാപ്റ്റർ നമ്പർ 7 ആയിരുന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? പോപ്പുലേഷൻ എന്ത്, പിന്നെ സാമ്പിളിംഗ് എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കണം. പോപ്പുലേഷന് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ എടുക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് ആയിരിക്കും. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് എന്ത്, ആൻഡ് പാരാമീറ്റർ എന്ത്. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ ആണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പിളിന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ പാരാമീറ്റർ പോപ്പുലേഷന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി നോക്കിക്കേ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പിളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ n/n. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ സൈസ് ആണ്, സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സാമ്പിളിന്റെ സൈസ് ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ സാമ്പിൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സാമ്പിൾ സൈസ് 2ഉം ആ പോപ്പുലേഷൻ കൺസിസ്റ്റ് ചെയ്യുന്നത് 3 ആണെങ്കിൽ നിങ്ങളോട് ഇതിന്റെ മീൻ ഓഫ് ഓൾ സാമ്പിൾ മീൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ സാമ്പിൾസ് എഴുതുക. എന്നിട്ട് ചെയ്യേണ്ടത് ടോട്ടൽ സാമ്പിൾസ് എഴുതിയിട്ട് നിങ്ങൾ സാമ്പിൾ വാല്യൂസ് എല്ലാം കൂടി എഴുതി വെക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ, അതിൻ്റെ ഒക്കെ മീൻ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ മീൻ ഫൈൻഡ് ചെയ്യാൻ അറിയൂലേ? 4+2/2 ചെയ്തിട്ടുണ്ടെങ്കിൽ = 3 എന്ന് കിട്ടും. അങ്ങനെ ഓരോന്നും ചെയ്തു കസ്ക. എടാ സ്കൂളിൽ 12 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ എക്സാമിന് അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് കാണാറില്ല. നമ്മൾ 10 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും 12 ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ 10 ചാപ്റ്റർ പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് 11ാമത്തെ ചാപ്റ്റർ കൂടി പഠിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഈ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം എന്തായാലും മാർക്ക് കിട്ടും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. സോ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? ഞാൻ അടുത്ത ചാപ്റ്റർ എടുത്തേക്ക് അതൊന്നും തീർത്തിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇതിൻ്റെ സാമ്പിൾ വാല്യൂസ് 4ഉം 4ഉം 4+4 നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ മീൻ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു ടോട്ടൽ ഉണ്ടാവും. ആ ടോട്ടൽ ഇവിടെ എഴുതുക. ഇനി ടോട്ടൽ സാമ്പിൾ നമ്പേഴ്സ് 9 എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ ഇതാ സാമ്പിൾ മീൻസിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ആ 42/9 ചെയ്താൽ മതി. അതാണ് ആൻസർ. അതാ വേണ്ടില്ല. ചില സ്കൂളിൽ 9, 10, 11 എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തായാലും അത് ഉണ്ടാവില്ല. ചില സ്കൂളിൽ എടുത്തിട്ടില്ല, ചില സ്കൂളിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, 9, 10, 11 എടുക്കാത്ത സ്കൂളുകളുണ്ട്. അപ്പോൾ അവർക്ക് 8 ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവും. കാരണം അവരുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന അവരുടെ ടീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, റെഡി. അതൊന്നും പ്രശ്നമല്ലടാ. ഇനി അടുത്തത് Z ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Z². Z എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു x - μ/σ ആണ്. ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ, അതായത് മീൻ 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. അങ്ങനെയാണെങ്കിൽ Z² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ chi² 1 ആണ്. Z സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. Z² chi² 1 ആണ് ഫോളോ ചെയ്യുക. ആൻഡ് സാമ്പിളിൽ നിന്ന് എടുക്കുന്ന വാല്യൂസ് ആണെങ്കിൽ അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇനി പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ്, പോപ്പുലേഷനിൽ 5 വാല്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് 2 എണ്ണമാണെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റിലാണ് എടുക്കുന്നതെങ്കിൽ മീൻ ഓഫ് പോപ്പുലേഷന്റെ മീൻ ആണെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ പോപ്പുലേഷന്റെ മീൻ കിട്ടും. ഇനി എടാ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ NCN ആണ്. അപ്പോൾ 5C2 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയിട്ട് 10 എന്ന് കിട്ടും. അത് നിങ്ങൾ ടേബിൾ ആക്കി. ഇത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഒരു വാല്യൂ പോലും പിന്നെ നമ്മൾ എടുത്തത് മാറ്റി എടുക്കൂല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും എന്താ, സാമ്പിൾ മീനൊക്കെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ കിട്ടും. അതിൻ്റെ മീൻ ഒന്നുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഓഫ് സാമ്പിൾ മീൻ കിട്ടും. ഓഫ് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും ഇവിടെ ഒരേ വാല്യൂ ആണ്. ഇനിതാ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ പറഞ്ഞു, അത് chi² ആണ് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി റേഷ്യോ ഓഫ് 2 chi² എന്ന് പറഞ്ഞാൽ F സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വിത്ത് N1 ആൻഡ് N2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, റെഡി. സ്ക്വയർ ഓഫ് T സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും F ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ആലോചിച്ച് നോക്കുക, വിത്ത് 1 ആൻഡ് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി അടുത്തത് ഇത് സെയിം സാധനം തന്നെയാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് T ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി അടുത്തത് Y ഫോളോസ് സ്റ്റുഡൻറ്റ് T ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Y² ഫോളോസ്, അതായത് T ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ T² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് F ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി 8ാമത്തെ ചാപ്റ്റർ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആയിരുന്നു. ഇതിൽ ആദ്യം പഠിച്ചിരിക്കുന്നത് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിൻ്റെ 4 പ്രോപ്പർട്ടി: അൺബയസ്ഡ്നെസ്, എഫിഷ്യൻറ്റ്, സഫിഷ്യൻറ്റ്, കൺസിസ്റ്റൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E of T = θ ആണെങ്കിലാണ് അൺബയസ്ഡിൻ്റെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ
അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഏതാ? സാമ്പിൾ മീൻ. സിമ്പിളായുള്ള കാര്യം. ഇനി ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് 2 എസ്റ്റിമേറ്റർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഇങ്ങനെ 2 എസ്റ്റിമേറ്റർ തന്നിട്ട് ഏതാ മോർ എഫിഷ്യൻ്റ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ മോർ എഫിഷ്യൻ്റ് ഏതാണോ അത് ഏറ്റവും കുറഞ്ഞ വേരിയൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ E(x1) E(x2) എന്നൊക്കെ പറയുന്നത് മ്യൂ ആണ്, മീൻ മ്യൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണെങ്കിൽ അതിൻ്റെയൊക്കെ വേരിയൻസ് എന്താ? സിഗ്മ സ്ക്വയർ ആയിരിക്കും ആ സാമ്പിളിൻ്റെ ഒക്കെ. അങ്ങനെയാണ് V(t1) വേരിയൻസ് ഓഫ് ഫസ്റ്റ് എസ്റ്റിമേറ്റർ V(x1 + x2) ആണ്. ഇത് x1 പ്ലസ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് x1 + x2 + x3/3 ആണെങ്കിൽ എടാ നിങ്ങൾ പ്രോപ്പർട്ടി പഠിച്ചു. പ്രോപ്പർട്ടി പ്രകാരം എന്താ വരുന്നത്? ഈ വേരിയൻസിൻ്റെ ഉള്ളിൽ AX എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ A അല്ല പുറത്തിറക്കുക, Aൻ്റെ സ്ക്വയറാണ് പുറത്തിറങ്ങുക. അപ്പോൾ ഈ 1/3 മൊത്തം കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ 1/9 ആയി. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വേരിയൻസ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ 1/9 എന്നാണ് കേട്ടോ ഇതുള്ളത്. ഇത് 1/9 സിഗ്മ സ്ക്വയർ + സിഗ്മ സ്ക്വയർ + സിഗ്മ സ്ക്വയർ, അതായത് 1/9 3 സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ നമുക്ക് സിഗ്മ സ്ക്വയർ/3 കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ V(t2) അവിടെ സെയിം സംഭവം കേട്ടോ. ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വേരിയൻസിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റൻറ്റുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ സ്ക്വയർ ആവും. ഇനി ഇത് മൈനസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്താവും? പുറത്തിറങ്ങുമ്പോൾ പ്ലസ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതും അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 സിഗ്മ സ്ക്വയർ + സിഗ്മ സ്ക്വയർ + സിഗ്മ സ്ക്വയർ V(t2) 6 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ V(t1) ആണ് എന്ത്? V(t1) സിഗ്മ സ്ക്വയർ/3 ആണ് ഏറ്റവും കുറവ്. ഏറ്റവും കുറവ് ഏതാണോ ലെസർ വേരിയൻറ്റ് മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ T1 ആയിരിക്കും മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. V(t1) V(t2) നമ്മൾ ഫൈൻഡ് ചെയ്യും. ഏതാണോ കുറഞ്ഞ വേരിയൻസ് അതായിരിക്കും മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നലത്തെ നിങ്ങൾ വീഡിയോ എടുത്ത് ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ടുകൊള്ളട്ടോ. അവിടെ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ടെൻഷൻ ആവേണ്ടി ഒരു കാര്യമില്ല. ടെൻഷൻ എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. എക്സാം ആകുമ്പോൾ എന്തായാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ടെൻഷൻ മാത്രമാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊക്കെ അങ്ങ് മാറിക്കോളും. ഒന്നും പേടിക്കാനൊന്നും വേണ്ടടാ. ഈസിയാണ് എക്സാം, ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. സോ മൊമെൻ്റ് എസ്റ്റിമേറ്റ് മ്യൂ ക്യാപ്പ് നമ്മൾ X ബാർ എന്നാണ് പറയുക. മൊമെൻ്റ് എസ്റ്റിമേറ്റ് എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ തരുന്ന സാമ്പിൾസിൻ്റെ മീൻ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊമെൻ്റ് എസ്റ്റിമേറ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. E(t) = θ ആണെങ്കിൽ T എന്ന് പറയുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ്, തീറ്റ പാരാമീറ്റർ ആണ്. അപ്പോൾ E(t) θ ആണെങ്കിൽ ദാറ്റ് ഈസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. സിമ്പിൾ എടാ. ഇനി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഓഫ് ആൻ എസ്റ്റിമേറ്റർ വെൻ n ഈസ് ലാർജ്. n ലാർജ് ആകുന്ന പ്രോപ്പർട്ടി ഏതാ? കൺസിസ്റ്റൻ്റ് ആണ്. സിമ്പിൾ ആണ്. ഇനി ഇതാ നോക്ക്, ഇവിടെ അൺബയസ്ഡ് ആണ് ഈ T എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ ഫൈൻഡ് K. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. E(t) = θ എന്നാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അൺബയസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനും ചിലത് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും, അതായത് E(x1) E(x2) സാമ്പിൾ മീൻസിൻ്റെ ഒക്കെ മീൻ അതെന്തായിരിക്കും? മ്യൂ ആയിരിക്കും. മീൻ മ്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഇവിടെ മ്യൂ ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ E of that value = മ്യൂ. കാരണം E(t) = θ ആണ് പാരാമീറ്റർ. അപ്പോൾ അതാണ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ പോപ്പുലേഷൻ മീൻ ആയിരിക്കും എന്ത്? നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ മീൻ എന്ന് പറയുന്നത് E(t). അപ്പോൾ ഇത് θ എന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇത് വേരിയൻസ് ഉള്ളതുപോലുള്ള പ്രോപ്പർട്ടി അല്ല ഇതിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് ആയിട്ട് തന്നെ വരും. അതിൻ്റെ സ്ക്വയർ ഒന്നും പുറത്തിറങ്ങില്ല, കോൺസ്റ്റൻറ്റ് തന്നെ പുറത്തിറങ്ങും. സോ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടും? K = 2 എന്ന് കിട്ടും. റെഡി? അത്ര ഉള്ളായിരുന്നു ആ ചാപ്റ്റർ. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആയിരുന്നു. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നോക്കിക്കേ, വളരെ സിമ്പിളായുള്ള ചാപ്റ്ററാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും വെൻ H0 is true. നിങ്ങളുടെ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് റിജക്ട് ചെയ്യും. H0 റിജക്ട് വെൻ H0 is true. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ H0 ആക്സെപ്റ്റ് ചെയ്യും വെൻ H0 ഫാൾസ് ആണെങ്കിൽ. അതാണ് ടൈപ്പ് 2 എറർ. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്. അസംഷൻ മെയ്ഡ് അബൌട്ട് ദ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇങ്ങനെ ഇതാ: അസംഷൻ മെയ്ഡ് അബൌട്ട് ദ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. അതാണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. അത്ര മാത്രം ആലോചിച്ചാൽ മതി. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ, അതായത് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 is true, അതായത് ആൽഫ. സിമ്പിൾ. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ഈ റീജിയനാണ് എന്ത് പറയുക?
ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയാം. ഓക്കെ ആണ്. അപ്പോൾ ഈ റിജക്റ്റ് ചെയ്യുന്ന റീജിയനും ഈ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ വാല്യൂ. അപ്പോൾ വേണേൽ ഇത് ടേബിൾ ഈ സാധനമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ പേപ്പർ നോക്കി നിങ്ങളുടെ ടീച്ചർ ഒന്ന് ഇമ്പ്രസ്ഡ് ആവും. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കും, മാർക്കൊക്കെ കിട്ടിത്തരും കേട്ടോ. സോ റെഡിയടാ. അപ്പോൾ അതും പഠിച്ചു വെക്കുക. ഇനി പവർ ഓഫ് എ ടെസ്റ്റ്, അത് വളരെ സിമ്പിളാണ്. പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്, അതിൻ്റെ പ്രോബബിലിറ്റിയാണ്. പി ഓഫ് റിജക്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. അതിൻ്റെ നമ്മൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പി, ഈ റിജക്റ്റ് H0 ആണെങ്കിൽ ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ് എന്ന് കിട്ടും. ആക്സെപ്റ്റ് H0 വെൻ H0 ഫാൾ എന്ന് പറഞ്ഞാൽ എന്താ? ടൈപ്പ് 2 എററാ. അപ്പോൾ നമ്മൾ 1 മൈനസ് പി ഓഫ് ടൈപ്പ് 2 എറർ എന്ന് കിട്ടും. പി ഓഫ് ടൈപ്പ് 2 എറർ ആണെങ്കിൽ അത് നമ്മൾ ബീറ്റ എന്ന് പറയും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ആണെങ്കിൽ പി ഓഫ് ടൈപ്പ് 2 എറർ ആണെങ്കിൽ ബീറ്റ. അപ്പോൾ പവർ ഓഫ് ടെസ്റ്റിൻ്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മൈനസ് ബീറ്റയും ചെയ്താൽ കേട്ടോ. ഓക്കെ റെഡി. ഇനി അടുത്തതാ ക്രിട്ടിക്കൽ റീജിയനും ആക്സെപ്റ്റൻസ് റീജിയനും സെപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂവിന് നമ്മൾ പറയുന്ന പേര് ക്രിട്ടിക്കൽ വാല്യൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി 1 ടൈലും 2 ടൈലും തമ്മിലുള്ള ഡിഫറൻസ് ഇതാ. ഈ ചിത്രം വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ചിത്രം വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 1 ടൈൽ റിജക്ഷൻ അറ്റ് ഓൺലി 1 ടൈൽ, ഇത്ര മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ 2 പ്രോബിലിറ്റി കർവ് വരയ്ക്കുക. എന്നിട്ട് ഒരു ക്രിട്ടിക്കൽ, ഇതാണ് ക്രിട്ടിക്കൽ വാല്യൂ, ഇതാണ് ക്രിട്ടിക്കൽ വാല്യൂസ്. ലെഫ്റ്റിലുള്ളതാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ എങ്കിൽ ഇതാണ് ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ്. റൈറ്റിലുള്ളതാണ് ഇവിടെ നമ്മുടെ റിജക്ഷൻ റീജിയൻ എങ്കിൽ ദിസ് ഈസ് റൈറ്റ് ടൈൽഡ് ടെസ്റ്റ്. അപ്പോൾ രണ്ടിലും ഒരു അറ്റത്ത് മാത്രം റിജക്ഷൻ നടക്കുന്നുള്ളൂ. ആൻഡ് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ H0 മ്യൂ ഈക്വൽ ടു മ്യൂ 0 ആയിരിക്കും. ആൻഡ് H1 അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മ്യൂ ലെസ് ദാൻ മ്യൂ 0 ആയിരിക്കും. ഇവിടെ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ 0 ആയിരിക്കും. ഓക്കെ റെഡി. ഇനി അടുത്ത നോക്കിക്കേടാ, വളരെ സിമ്പിളാണ്. 2 ടൈൽഡ് ടെസ്റ്റ്. 2 ടൈൽഡ് ടെസ്റ്റിൽ റിജക്ഷൻ നടക്കുന്നത് 2 ഏരിയയിലായിരിക്കും. 2 ഏരിയയിൽ റിജക്ഷൻ നടക്കും. 2 ടൈൽഡ് ടെസ്റ്റിൽ റിജക്ഷൻ ഒക്വേഴ്സ് അറ്റ് ബോത്ത് ടൈൽ. അവിടെ നിങ്ങൾ നൾ ഹൈപ്പോത്തസിസ് H0 മ്യൂ ഈക്വൽ ടു മ്യൂ 0 ആയിരിക്കും. ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇത് എഴുതി വെച്ചിട്ട് ഈ ചിത്രം വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. റെഡി. ഇനി അടുത്തത് ക്രിട്ടിക്കൽ വാല്യൂസ്. സിഗ്നിഫിക്കൻസ് ലെവൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കണം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. Z ആൽഫ ബൈ 2, ഇത് 2 ടൈൽഡ് ടെസ്റ്റിന് മാത്രമാണ് ഈ Z ആൽഫ ബൈ 2 ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആൽഫ 0.01 ആണെങ്കിൽ Z ആൽഫ ബൈ 2 2.58, 0.05 ആണെങ്കിൽ 1.96. ഇനി Z ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 2.33ഉം 1.64ഉം ആണ്. അത് ഇതിന് 1 ടൈൽഡ് ടെസ്റ്റിന്. അപ്പോൾ ഈ വാല്യൂസ് പഠിച്ചു വെക്കട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിന് 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന് ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു റിസർച്ചർ ക്ലെയിം ചെയ്തു അവിടെയുള്ള കോളേജുകളുടെ ഒക്കെ ട്യൂഷൻ ഫീ ഹോസ്റ്റൽ ഫീ ഗ്രേറ്റർ ദാൻ 5700 ആണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, നമ്മൾ അവിടുന്ന് മ്യൂ 0 ഈക്വൽ ടു ആവറേജ് 5700 ആണെന്ന് എടുത്തു. അപ്പോൾ H0 മ്യൂ ഈക്വൽ ടു 5700 എന്നുള്ള ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ഇനി അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മ്യൂ ഗ്രേറ്റർ ദാൻ 5700. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽഫ 0.05 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ Z ആൽഫ എന്താണല്ലോ നോക്കുക. ആൽഫ 0.05 ആണെങ്കിൽ Z ആൽഫ ഇതാ നമ്മൾ എടുക്കുക. കാരണം 1 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ അത് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഗ്രേറ്റർ ദാൻ 5700 ആയതുകൊണ്ട് ഇതാ മ്യൂ ഗ്രേറ്റർ ദാൻ 5700 എന്ന് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് എക്സ് ബാർ തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 5950 ആണ്. മ്യൂ 0 കിട്ടിയിട്ടുണ്ട്, സിഗ്മ കിട്ടിയിട്ടുണ്ട്, N കിട്ടിയിട്ടുണ്ട്. അപ്പോൾ Z കാണാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ, ഈ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ 0 ബൈ സിഗ്മ ബൈ റൂട്ട് N. അത് വെച്ച് Z ഫൈൻഡ് ചെയ്യുക. അപ്പോൾ Z ഒരു വാല്യൂ കിട്ടി. എന്താ നമ്മളെ കണ്ടീഷൻ? ഇതാ ഇത്രയേ ഉള്ളൂ. മോഡ് Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ആണെങ്കിൽ, മോഡ് Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ആണെങ്കിൽ കേട്ടോ, ആണെങ്കിൽ എന്ത് ചെയ്യും? റിജക്റ്റ് H0. ഇനി ഇതല്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതാ മോഡ് Z ലെസ് ദാൻ Z ആൽഫ ആണെങ്കിലോ ആക്സെപ്റ്റ് H0 അതിന് കൊടുക്കുക. അപ്പോൾ അതല്ലാത്തത് കൊണ്ട് നമ്മൾ റിജക്റ്റ് H0. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. റെഡി. അപ്പോൾ മോഡ് Z വാല്യൂ കിട്ടിയിട്ടുണ്ട്. മോഡ് Z എന്ന് പറഞ്ഞാലും ആ വാല്യൂ തന്നെ. ഇനി Z ആൽഫ, എടാ ആൽഫ 0.05 ആകുമ്പോൾ Z ആൽഫ നിങ്ങൾക്ക് അവിടെ 1.64 കിട്ടുന്നത്. ആ 1.64നേക്കാളും കൂടുതലാണ് 1.89. അപ്പോൾ H0 റിജക്റ്റ് ചെയ്യും. H0 റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മീനിങ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും H1. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ റീജിയനിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. റിജക്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. 1.64നേക്കാൾ കൂടുതലുള്ളതാണ് എന്ത് വരിക? ഇതാ കൂടുതലുള്ള വാല്യൂസ് ആയിട്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലെയിം ചെയ്യുന്ന കാര്യം H0 റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ H0 മ്യൂ ഈക്വൽ ടു 5700 എന്നുള്ളത്. അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതല്ലേ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് മ്യൂ ഗ്രേറ്റർ ദാൻ 5700. ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 5700നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അയാൾ ക്ലെയിം ചെയ്തത് എന്താ?
ക്ലെയിം ചെയ്തത് ആവറേജ് കോസ്റ്റ് ഓഫ് എ ട്യൂഷൻ ഫീസ് ഗ്രേറ്റർ ദാൻ 5700 എന്ന അത് ശരിയാണെന്ന് നമ്മൾ പറയും. ഇനി ടു ടൈൽഡ് ആണെങ്കിൽ ഇടാ ഇങ്ങനെ 2 തരും. അത് വെച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആദ്യം തരുന്നതിൻ്റെ മീൻ നിങ്ങൾ x1 x2 ആയിട്ട് എടുക്കണം. ആദ്യത്തേതിൻ്റെത് n1 n2 നമ്പർ ഓഫ് സാമ്പിൾസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ1 σ2 ആയിട്ട് എടുക്കണം. 2 ഉണ്ടെങ്കിൽ ഇക്വേഷൻ z is equal to x2 bar minus x1 bar by root of σ1 square by n1 plus σ2 square by n2. ഈ x2 x1 നിങ്ങൾ എങ്ങനെ എടുത്താലും പ്രശ്നമല്ല കേട്ടോ. x1 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ളത് തന്നെ σ1 n1 എടുത്താൽ മതി. ഓക്കെ, റെഡിയടാ, റെഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. z is equal to z1 minus z2 x2 bar minus x1 bar. അപ്പോൾ x2 bar minus x1 bar ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് σ1 സ്ക്വയർ ബൈ n1 പ്ലസ് σ2 സ്ക്വയർ ബൈ n2 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡ് z ഗ്രേറ്റർ ദാൻ z ആൽഫ ബൈ 2 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യണം. അപ്പം ഇതാണ് കണ്ടീഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് h0. അപ്പം നിങ്ങൾ നോക്ക്, z കിട്ടി, മോഡ് z കിട്ടി. അപ്പോൾ അത് നിങ്ങളുടെ z ആൽഫ ബൈ 2 നോക്കുക. അടാ ഇവിടെ ആൽഫ 0.05 2 ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ z ആൽഫ ബൈ 2 കൺസിഡർ ചെയ്യേണ്ടത് ടു ടൈൽഡ് ടെസ്റ്റ്. അപ്പോൾ നോക്ക്, z ആൽഫ ബൈ 2ൻ്റെ വാല്യൂ 1.96. അപ്പോൾ 8.99 ഗ്രേറ്റർ ദാൻ 1.96 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ റിജക്റ്റ് h0 എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് h1. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്യാൻ ഇറ്റ് ബി conclude that there is a significant difference in rate. എടാ h1 null ഹൈപ്പോത്തസിസും ഇത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ, μ1 നോട്ട് ഈക്വൽ ടു μ2 എന്ന് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ആ റേറ്റുകൾ തമ്മിൽ ഒരു സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ട് എന്നാണ്. കാരണം അത് രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് h1 എടുക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് പറയും. റെഡിയാണോ? ഓക്കെ ആണല്ലോ? റെഡി. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതി പോരുക. എടാ 12th ചാപ്റ്റർ എക്സാമിന് പല സ്കൂളുകളും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ 12th എടുക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നേരത്ത് 12th കൂടി എടുക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 12th ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങൾ ഏതാണോ സ്കൂൾ എന്നിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ നിങ്ങൾക്ക് എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം കേട്ടോ. അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ആൻഡ് അത് വരുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല. ഇതുവരെ പല എക്സാമിനും 12th ചാപ്റ്റർ ഒന്നും ക്രിസ്മസ് എക്സാമിന് അങ്ങനെ വന്നിട്ടില്ല. അതിൽ കറക്റ്റ് ഒരു കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ എടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കാണാം. വളരെ അടിപൊളിയായിട്ട് എക്സാം ചെയ്ത് എക്സാം ആയതിൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നിങ്ങളൊക്കെ നല്ല മാർക്ക് ഇന്ന് സ്കോർ ചെയ്യുക തന്നെ ചെയ്യും. സോ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ സി യു, ബൈ, താങ്ക് യു. അപ്പോൾ പോരുത് കേട്ടോ, അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മുടെ റുഷ്ത മിസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്വാതി മിസ്സും വരുന്നുണ്ട്. ഇനി ഏതാ ചാപ്റ്റർ ബാക്കിയുള്ളത് നമുക്ക്? യെസ്, റുഷ്ത മിസ്സിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, എലമെൻ്ററി കാൽക്കുലസും ആയിട്ടാണ് ഫസ്റ്റ്. അടുത്തത് റുഷ്ത മിസ്സാണ് വരിക, പിന്നെ സ്വാതി മിസ്സും വരും. ഓക്കെ ആണല്ലോ? താങ്ക് യു സാർ. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക കേട്ടോ, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, റെഡി. ഞാൻ റുഷ്ത മിസ്സിനെ ഒന്ന് വിളിക്കാം. ഓക്കെ ആണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് റുഷ്ത മിസ്, സ്വാതിയ ഓക്കെ. അപ്പോൾ സ്വാതി മിസ് വരുന്നുണ്ടടാ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. താങ്ക് യു സാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ബൈ ട്ടോ, സി യു. നല്ലതുപോലെ എക്സാം എഴുതണം. ഓൾ ദ ബെസ്റ്റ്. സ്വാതി മിസ്. യെസ് ഷമിൽ സാർ. മക്കളെ ഗുഡ് മോർണിംഗ്. സെറ്റല്ലേ? എടാ പെണ്ണ്. ഓക്കെ, മൂടി ഇതിൽ യെസ് ഉണ്ട്. നമ്മൾ 2 ചാപ്റ്റർ ഉണ്ട്. എടാ മക്കളെ, നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓടിച്ചങ്ങ് തീർക്കാം അല്ലേ. റിഗ്രഷൻ അനാലിസിസ് ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കിയേ, റിഗ്രഷൻ അനാലിസിസിൽ 2 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സും റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ y ആണ്. 2 ഇക്വേഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കിയാൽ y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന്റെ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് യൂസ് ചെയ്ത് നമ്മൾ y കണ്ടുപിടിക്കുന്നതിനാണ് y ഓൺ എക്സ് എന്ന് പറഞ്ഞ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. അത് y മൈനസ് y ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതിലെ വൈയും y ബാറും എക്സ് ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മീൻ വാല്യൂ ഓഫ് y, മീൻ വാല്യൂ ഓഫ് എക്സ്, അതാണ് y ബാറും എക്സ് ബാറും. ഓക്കെ, ഇനി ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഓൾ റൈറ്റ്. അപ്പൊ നോക്കിയേ, വൈ എക്സ് ആണെങ്കിൽ താഴെ വരുന്നത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. അന്നേരം തിരിച്ചും വരാം.
ബി എക്സ് വൈ ആണെങ്കിൽ നേരെ എന്താ വരിക, തിരിച്ചു വരും, താഴെ വേരിയൻസ് ഓഫ് വൈ ആണ് വരിക. മറന്നു പോകരുത് കേട്ടോ. എന്ന് നോക്കിയാൽ ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ. ഇത്രയും ഉള്ളൂ എന്ത് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രോപ്പർട്ടി എന്താ, എക്സ് ഓൺ വൈ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ, എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ആ സമയത്ത് വൈൻ്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് ബി എക്സ് വൈ എന്ന് പറയുന്ന റിഗ്രഷൻ കോഎഫിഷ്യന്റ്. അതായത് നമുക്കിപ്പം ഇവിടെ ഞാൻ എഴുതിയ പോലത്തെ 3x മൈനസ് 4y മൈനസ് 13 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. അത് എക്സിന്റെ ടേമിലേക്ക് നമ്മൾ എഴുതുക, എന്നിട്ട് അതിൽ വൈൻ്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും ബി എക്സ് വൈ. ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണെങ്കിൽ. തിരിച്ചാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ദ റിഗ്രഷൻ ലൈൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താ, വൈ ഓൺ എക്സ് ആണ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ നമ്മുടെ റിഗ്രഷൻ കോൺസ്റ്റന്റ് ഏതിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും, ഏതിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും, നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഓൾ റൈറ്റ് മക്കളെ, ഇനി നോക്കിക്കേ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസിലെ മൂന്നാമത്തത്, രണ്ട് കോഎഫിഷ്യൻസിന്റെയും റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെയും സൈൻ എപ്പോഴും സെയിം ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, എപ്പോഴും സെയിം ആയിരിക്കും. പിന്നെ പ്രോഡക്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐഡന്റിഫൈ ദ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയേ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു റിഗ്രഷൻ ലൈൻസ്. ഇത് നമുക്ക് ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മളോട് രണ്ട് റിഗ്രഷൻ ലൈൻസ് തന്നിട്ട് നമ്മളോട് എക്സിന്റെയും വൈന്റെയും മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ രണ്ട് ലൈൻസിന്റെയും ഇന്റർസെക്ഷൻ ആണ്. കാരണം എന്താ, അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എക്സ് ബാർ വൈ ബാർ ആണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നോക്കാം. റിഗ്രഷൻ അനാലിസിസ് എന്തിന്റെ മെഷർമെന്റ് ആണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസിന്റെ നേച്ചർ, അവർ ഏത് രീതിയിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ നേച്ചറിനെ ഡെപ്പിക്ട് ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, മറന്നു പോകരുത്, റിഗ്രഷൻ അനാലിസിസ് ഇസ് എ മെഷർ ഓഫ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇനി ക്വസ്റ്റ്യൻ നോക്ക്, നമുക്ക് തന്നിട്ടുള്ളത് ബി വൈ എക്സ് തന്നിട്ടുണ്ട്, 6 കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ഓക്കെ, ബി വൈ എക്സ് ആണെങ്കിൽ മേലെ സിഗ്മ വൈ താഴെ സിഗ്മ എക്സ്, നേരെ തിരിച്ച് ബി എക്സ് വൈ ആണെങ്കിലോ മേലെ സിഗ്മ എക്സ് താഴെ സിഗ്മ വൈ. ഓർത്തിരിക്കുക, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് സിഗ്മ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ എക്സ് നമ്മുടെ കയ്യിലുണ്ട്, തന്നിരിക്കുന്നത് മാത്രം എടുത്ത് എഴുതിയാൽ മതി ബി വൈ എക്സ് എന്നുള്ളത്. ഓർത്തിരിക്കേണ്ട ബി വൈ എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് സിഗ്മ ഡയറക്റ്റ് ആയിട്ട് 5.2 എന്ന് കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഒബ്റ്റെയിനിങ് ദ മെയിൻ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഒബ്റ്റെയിൻ ദ മെയിൻ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷൻസിന്റെ ഇന്റർസെക്ടിങ് പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, രണ്ട് ലൈനിലും ഒരു പോയിന്റ് കോമൺ ആയിട്ടുണ്ട്. ആ പോയിന്റ് എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്, എക്സ് ബാർ വൈ ബാർ, അല്ലെങ്കിൽ മീൻ ഓഫ് ദി എക്സ് ആൻഡ് മീൻ വാല്യൂ ഓഫ് ദി വൈ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇന്റർസെക്ടിങ് പോയിന്റ് ആണെങ്കിൽ രണ്ട് ഇക്വേഷനിലും എക്സിനും വൈക്കും പകരം നമുക്ക് എക്സ് ബാറും വൈ ബാറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യണം. എങ്ങനെയാ സോൾവ് ചെയ്യുക, കോമൺ ആയിട്ട് കോഎഫിഷ്യൻസ് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റത്തത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ 2 വൈ ബാർ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 2x ബാർ ഈക്വൽ ടു 6 എന്ന് വന്നു, എക്സ് ബാർ 6 കിട്ടി. എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വൈ ബാർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ എക്സ് ബാറിലെ ഇതെടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ നമുക്ക് വൈ ബാറും കിട്ടും. ഓക്കെ, ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് എക്സ് പ്ലസ് 2y ബാർ ഈക്വൽ ടു 5ഉം 2x ബാർ പ്ലസ് 3y ബാർ ഈക്വൽ ടു 8ഉം ആണ്. അപ്പൊ ഈ കേസിലും എന്താണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റ് ഒന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ക്യാൻസൽ ആയി പോവില്ല. അപ്പം കോഎഫിഷ്യന്റ് ക്യാൻസൽ ആക്കി പോകണമെങ്കിൽ ഒരേപോലത്തെ ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ ഒരു 2 ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x ബാർ രണ്ടിലും കിട്ടും. ഓക്കെ, സോ 2x ബാർ മൈനസ് 2x ബാർ ചെയ്ത് കഴിഞ്ഞാൽ 2y ബാർ മൈനസ് 3y ബാർ. അപ്പൊ y ബാർ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും, എക്സ് ബാറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 1 എന്ന് കിട്ടും. അപ്പൊ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. മെത്തഡ് ഇതാണ്, എക്സിന്റെയും വൈയുടെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസിന്റെ ഇന്റർസെക്ടിങ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഇനി അടുത്തത് നിങ്ങൾക്ക് ഈ റിഗ്രഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഐഡന്റിഫൈ ദ റിഗ്രഷൻ ലൈൻസ്. അതായത് എക്സ് നമുക്ക് രണ്ട് ഇക്വേഷൻ ലൈൻ തരും, രണ്ട് റിഗ്രഷൻ ലൈൻ തരും. അതിൽ ഏതാണ് എക്സ് ഓൺ വൈ,
ഏതാണ് y on x എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് തരുന്നത് വിച്ച് വൺ ഇസ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y എന്ന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഉള്ളതുപോലെ ഐഡന്റിഫൈ ദ ഗിവൺ ലൈൻസ് ആസ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരിക. രണ്ട് ചെയ്താൽ ഐഡന്റിഫൈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് പ്രൊസീജിയർ ചെയ്യേണ്ടത് അവർക്ക്. സോ രണ്ട് റിഗ്രഷൻ ലൈനിൽ ഏതാണ് x on y ഏതാണ് y on x എന്ന് നമുക്ക് അറിയത്തില്ല അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് അസ്യൂം ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒന്നിനെ അങ്ങ് x on y ആക്കി എടുക്കാം. x on y ആക്കി എടുത്തിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാറ്റി എഴുതുക. x ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാറ്റി എഴുതുക. അതില് മാറ്റി എഴുതുന്നതിൽ x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നതിൽ y-ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് bxy. ഓക്കെ, x on y ആയിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തല്ലോ, അസ്യൂം ചെയ്തെടുത്തല്ലോ, അതിനെ നമ്മൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാറ്റി എഴുതി. എക്സിന് മാത്രം ലെഫ്റ്റ് സൈഡ് വെച്ച് ബാക്കി എല്ലാത്തിനെയും റൈറ്റ് സൈഡ് കൊണ്ടുപോയി. അപ്പം അവിടെ y-യുടെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് bxy, അത് 5/4 ആണ് ഈ കേസിൽ കിട്ടിയത്. ഇനി എന്നിട്ട് y on x എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വേഷൻ എടുക്കാം. അതിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ x-ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് bxy. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ, bxyയും byxും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ലേ, ആ പ്രോപ്പർട്ടി ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അസംഷൻ ശരിയാണ്. നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി, നേരെ തിരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇപ്പൊ നോക്കിയേ, ഫൈൻഡ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് y when x is equal to 20. അതായത് എക്സിന്റെ ഒരു ഗിവൺ വാല്യൂവിന് വൈയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചില്ല. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്? y കണ്ടുപിടിക്കാൻ എക്സിന്റെ ഒരു വാല്യൂ തന്നേക്കുന്നു. സോ y on x എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് y on x നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ എക്സിന് 20 ഇട്ട് കൊടുത്തിട്ട് y കണ്ടുപിടിച്ചാൽ മാത്രം മതി. ക്ലിയർ? ഓക്കെ, ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. ഐഡന്റിഫൈ ദ റിഗ്രഷൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനമാണ്. ഫൈൻഡ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിൽ ഏതാണോ x on y ഏതാണ് y on x എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ x on y-ന്റെ y-യുടെ കോഎഫിഷ്യന്റും y on x-ന്റെ y-യുടെ കോഎഫിഷ്യന്റ് x-ന്റെ കോഎഫിഷ്യന്റും രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആയി. ഇനി അവിടുന്ന് കോറിലേഷൻ കോഎഫിഷ്യന്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എടാ റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ പ്രോഡക്റ്റ് എടുക്കാം. റിഗ്രഷൻ കോഎഫിഷ്യൻസ് പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് റൂട്ട് എടുത്തിട്ട് പ്ലസ് ഓർ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആയി. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് r is equal to plus or minus root of bxy into byx. മറക്കരുത്, ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അടുത്ത നോക്കിക്കത് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ട്, byx മൈനസ് 0.225 bxy മൈനസ് 0.4 ആണ് തന്നിട്ടുണ്ട്. അതിന് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? r is equal to plus or minus root of bxy into byx. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് 0.3 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ? അത് ജസ്റ്റ് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി റിഗ്രഷൻ കോഎഫിഷ്യൻസിൽ ഒന്ന് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുണ്ടെങ്കിൽ മറ്റത് എന്തായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കണം കേട്ടോ, ലെസ് ദാൻ 1 ആയിരിക്കണം. പിന്നെ ഈ റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെയാണ് വേർഡ് പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു നമ്മൾ വേറൊരു സിറ്റുവേഷൻ വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് രണ്ട് ബൈവേരിയേറ്റ് ഡേറ്റ തന്നിട്ടുണ്ട്. കാറുകളുടെ വയസ്സും അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻ തൗസൻഡ്സും തന്നിട്ടുണ്ട്. രണ്ട് ഡേറ്റ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എസ്റ്റിമേറ്റ് ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് എ കാർ വിത്ത് ഏജ് 5 years. ഇപ്പൊ ഞാൻ ഇതിനെ എക്സും വൈയും ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് y ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 5 വന്നിട്ടുണ്ട്. ഓൾ റൈറ്റ്, എക്സിന്റെ വാല്യൂ 5 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? y on x എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുക? നമുക്കറിയാം y on x ന്റെ റിഗ്രഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y മൈനസ് y ബാർ ഈക്വൽ ടു b yx into x മൈനസ് x ബാർ ആണ്. ഇതിലെ ഓരോ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സും വൈയും കോഎഫിഷ്യൻസ് ആണ്, വേരിയബിൾസ് ആണ്. ഇപ്പൊ y ബാർ കണ്ടുപിടിക്കണം, x ബാർ കണ്ടുപിടിക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് byx കണ്ടുപിടിക്കണം. ഒരു ഡേറ്റയിൽ നിന്ന് yx കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. n into sigma xy മൈനസ് sigma x into sigma y ഡിവൈഡഡ് ബൈ n sigma x സ്ക്വയർ, അതായത് x സ്ക്വയറുകളുടെ സിഗ്മ മൈനസ് sigma x ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ടേബിളിലേക്ക് വരാം. എക്സ് വാല്യൂസ് എഴുതുക, വൈ വാല്യൂസ് എഴുതുക. നമ്മളിവിടെ എക്സ് ആക്കി എഴുതുന്നത് ഏജും മെയിൻ്റനൻസ് കോസ്റ്റ് വൈയും ആയിരുന്നു. അത് രണ്ടും എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ സിഗ്മ എക്സ് കിട്ടി അല്ലെ. എല്ലാത്തിൻ്റെ സം ഇവിടെ വൈ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ വൈ കിട്ടി. നമുക്ക് എന്താ വേണ്ടേ?
സിഗ്മ എക്സ് വൈ വേണം. അപ്പം എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേബിൾ അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞപ്പോൾ സിഗ്മ എക്സ് വൈ കിട്ടി. പിന്നെ നമുക്ക് വേണ്ടത് അതാ സിഗ്മ എക്സ് സ്ക്വയറിന്റെ സിഗ്മ വേണം. അപ്പം എക്സ് സ്ക്വയർ മൊത്തത്തിൽ എടുക്കുക, 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16, അങ്ങനെ എക്സ് സ്ക്വയർ എടുത്തു. അതിന്റെ സം എത്ര കിട്ടി? 120 കിട്ടി. പിന്നെ എന്താ വേണ്ടത്? സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ സിഗ്മ എക്സ് 20 ആണ്, 20യുടെ ഹോൾ സ്ക്വയർ 400 ആണ്. ഇതൊക്കെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബി വൈ എക്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? എക്സ് ബാറും വൈ ബാറും വേണം. ഈ ടോട്ടൽ 20 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബാർ കിട്ടും. ടോട്ടൽ 85 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ വൈ ബാറും കിട്ടും. അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻ വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ കിട്ടും. പക്ഷെ തീർന്നോ? നമ്മുടെ പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? ഇവിടുന്ന് നമുക്ക് ഇനി എസ്റ്റിമേറ്റ് നടത്താനുണ്ട്. വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 5 കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെയുള്ള ഈ ഇക്വേഷനിൽ എക്സിന് നമ്മൾ 5 ഇടുമ്പോൾ വൈക്ക് എന്താ വാല്യൂ കിട്ടാൻ നോക്കാം. നമുക്ക് വൈ 7.5 ആണ് ആൻസർ എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, യെസ്. സോ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ഇത്രയും ഉള്ളൂ, കാര്യങ്ങൾ ഇവിടെ വരെയൊക്കെ ഉള്ളൂ. നമുക്ക് എന്നാല് 10th ചാപ്റ്റർ ആയിട്ടുള്ള അനാലിസിസ് ഓഫ് വേരിയൻസ് കൂടെ പെട്ടെന്ന് ഓടിച്ചു പോവാം. ഓക്കെ, അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ അല്ലെ, അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ്, അനോവ അതായിരുന്നു നമ്മൾ ലാസ്റ്റ് 10th ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അനോവ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഓഫ് സെവറൽ മീൻസ്, കുറേ മീനുകളുടെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് അനലൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്കിപ്പോൾ ഒരു 12 കാറിന്റെ ഒരു 12 ഷോറൂം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സെയിൽസ് കൂട്ടാൻ വേണ്ടി ഒരു 4 തരം അഡ്വർടൈസ്മെന്റ്, 3 വരുന്ന ഗ്രൂപ്പുകൾക്ക് നമ്മൾ 4 തരം അഡ്വർടൈസ്മെന്റ് കൊടുത്തു. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 4 ഗ്രൂപ്പുകൾ, 4 വരുന്ന 3 ഗ്രൂപ്പുകൾക്ക് ട്രെയിനിങ്ങുകളും കൊടുക്കുന്നു, 3 തരം ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പൊ എന്തായാലും ഒരു തരത്തിൽ സെയിൽസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടായിരുന്നത് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റുകൾ, അതായത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഇവിടെ ഇതിനൊക്കെയാണ്, ഇതിനെ നമ്മൾ പ്ലോട്ടുകൾ എന്നാ പറയുന്നത് അല്ലെ? പ്ലോട്ടുകൾക്ക് വരുന്ന ട്രീറ്റ്മെന്റ് ആണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അതേപോലെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു തരം ട്രീറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന കേസസിൽ, അതായത് കുറേ പോപ്പുലേഷന്റെ മീനിൽ വരുന്ന ഡിഫറൻസസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനോവ യൂസ് ചെയ്യുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് 1 വേ അനോവ മാത്രമാണ്. 1 വേ അനോവ എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ഒരു പ്ലോട്ടിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന രീതിയിൽ, അതാണ് 1 വേ അനോവ. ഓക്കെ, കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഈ അനോവേന്റെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു അനോവ ടേബിൾ കണ്ടോ? ഈ അനോവ ടേബിളിലുള്ള ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നോ സീൻസ് ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പൊ നോക്കിയേ, സോഴ്സ് എന്ന് എഴുതുന്നു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സം ഓഫ് സ്ക്വയേഴ്സ് SS, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് MSS, പിന്നെ എഫ് വാല്യൂം എഫ് ആൽഫ വാല്യൂ. ക്ലിയർ? അവിടെ വെക്കട്ടെ. ഇനി ബിറ്റ്വീൻ സാമ്പിൾസും വിതിൻ സാമ്പിൾസും, അതായത് ട്രീറ്റ്മെന്റും എററും നമ്മളുണ്ട്. ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് വെച്ചാൽ നോക്കിക്കേ, ഇവിടെ ഡിഫറൻസ് നോക്കിയേ, ഇപ്പോൾ ഒരു സാമ്പിൾ എന്റെ ഇടയിൽ തന്നെ ഡിഫറൻസസ് വരുന്നുണ്ട്. അതുപോലെ സാമ്പിളുകൾ എന്റെയും ബിന്റെയും ഇടയിലും ഡിഫറൻസസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ചേഞ്ച് ആണ് ബിറ്റ്വീൻ സാമ്പിൾസും വിതിൻ സാമ്പിൾസും നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബിറ്റ്വീൻ സാമ്പിൾസ് K-1. എന്താണ് സ്മോൾ കെ? സ്മോൾ കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 3 ടെറിട്ടറി ഉണ്ട്. അപ്പൊ കെ എത്രയാ മക്കളെ? കെ എന്ന് പറയുന്നത് 3 ആണ്. കെ എന്ന് പറയുന്നത് 3 ആണ്. ഓൾറൈറ്റ്, N-K, ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടെ നോക്കിക്കേ, ഒരു പ്ലോട്ടുകൾ ഉണ്ട് അല്ലെ? ഇവിടെ പ്ലോട്ട് ഉണ്ട്. ഇപ്പൊ ഇവിടെ എത്ര സാധനങ്ങളുണ്ട്? എത്ര പ്ലോട്ട് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പം ഇതാണ് N1, ഇത് N2, ഇത് N3, ഇത് N4. ഈ N1, N2, N3, N4 കൂടെ ആഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് K-1, N-K, N-1, ഇതാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. പിന്നെ നോക്കിയേ, സം ഓഫ് സ്ക്വയേഴ്സ് SSB എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ B വരുന്നത്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വാല്യൂസ് വിതിൻ സാമ്പിൾസ് W. ഓക്കെ, SSB നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ നോക്കിക്കേ. SSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? SSB നമ്മൾ കണ്ടുപിടിക്കുന്നത് സമ്മേഷൻ TI സ്ക്വയർ ബൈ NI ആണ്. അപ്പൊ ഈ TI എന്താണെന്ന് അറിയാം. TI എന്ന് പറഞ്ഞാൽ ഈ ടോട്ടലുകളാണ് TI. ഇത് T1, ഇത് T2, ഇത് T3. ഈ 72 എന്ന് പറഞ്ഞാൽ G ആണ്, ഗ്രാൻഡ് ടോട്ടൽ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ബൈ NI എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലോട്ടുകൾ ഇത്രയും വരുന്ന, ഇതിൽ എത്ര നമ്പർ ഉണ്ട്? എന്താണ് N1, ഇതിൽ എത്ര ഉണ്ട്? ഇതാണ് N2, അതാണ് NIകൾ. സോ സമ്മേഷൻ TI സ്ക്വയർ ബൈ NI മൈനസ് ഒരു CF വരുന്നുണ്ട്. എന്താ CF? കറക്ഷൻ ഫാക്ടർ ആണ്. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഗ്രാൻഡ് ടോട്ടൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ പ്ലോട്ടുകളുടെ സമ്മാണ്, റൈറ്റ്? സോ ജി സ്ക്വയർ ബൈ എൻ ആണ് കറക്ഷൻ ഫാക്ടർ. സോ സമ്മേഷൻ ടി ഐ സ്ക്വയർ, ഇപ്പൊ ഇവിടെയാണെങ്കിൽ 20 സ്ക്വയർ ബൈ ടോട്ടൽ ഇവിടെ 4 എണ്ണം ഉണ്ട്. സോ 20 സ്ക്വയർ ബൈ 4 മൈനസ് കറക്ഷൻ ഫാക്ടർ ആയിരിക്കും എന്ത് വരിക? SSB വരിക. ഓക്കെ, പിന്നെ SSW എന്താ വരിക? TSS മൈനസ് SSB. TSS എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇവിടെയുള്ള എല്ലാ ഒബ്സർവേഷൻസിന്റെയും സ്ക്വയർ എടുക്കുന്നു, സം എടുക്കുന്നു, മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്യുന്നു. ഓൾ റൈറ്റ്. ഇനി SSW കിട്ടി. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്തത്? നമ്മുടെ അനോവ ടേബിളിലേക്ക് വേണ്ടുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1, N-K, N-1 ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. പിന്നെ SSBയും SSWയും. SSB എങ്ങനെ കണ്ടുപിടിച്ചത്? സമ്മേഷൻ TI സ്ക്വയർ ബൈ NI മൈനസ് CF. പിന്നെ SSW നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? SSW TSS അല്ലെ, SSB മൈനസ് TSS ആണ് ചെയ്തത്. TSS എങ്ങനെ കണ്ടുപിടിച്ചത്? ഇവിടെയുള്ള എല്ലാ ഒബ്സർവേഷൻസിന്റെയും സ്ക്വയർ മൈനസ് കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിച്ചു? G സ്ക്വയർ ഡിവൈഡഡ് ബൈ N. എടാ ഫോർമുലാസ് ഒരുപാടുണ്ടെന്ന് അറിയാം, നിങ്ങൾ അത് അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നോക്കിയേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എഴുതി. പിന്നുള്ളത് മീൻ ആണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഒബ്സർവേഷൻസിന്റെ ഒക്കെ സമ്മില്ലേ, അതിന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നോക്കിക്കേ. SSB ബൈ K-1 ചെയ്ത് കഴിഞ്ഞാൽ MSB കിട്ടും. ഇവിടെ നോക്കിയേ, MSB SSB ഡിവൈഡഡ് ബൈ K-1. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ SSW ബൈ N-K ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് F വാല്യൂ. നമ്മുടെ കമ്പാരിസൺ നടക്കുന്നത് ഇവിടെയാണ്. ഓൾ റൈറ്റ്, F വാല്യൂയും F ആൽഫ വാല്യൂയും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതായത് F എന്ന് പറഞ്ഞാൽ MSB ബൈ MSW ആണ്. F ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഓഫ് K-1 N-K. K-1 N-K ഒക്കെ എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, റൈറ്റ്? സോ ഇവിടെ നമുക്കൊരു F വാല്യൂ കിട്ടും. ഇവിടെ നമുക്കൊരു നമ്മൾ F ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കിയിട്ട് നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കും. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എത്രയാണ് നമ്മുടെ സിഗ്നിഫിക്കൻസിന്റെ ലെവൽ കണ്ടിരിക്കുന്നത്. 1% ആണ്. അപ്പോൾ 0.01ന്റെ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടുന്ന് നമുക്കൊരു F വാല്യൂ കിട്ടും, F ആൽഫ വാല്യൂ കിട്ടും. F ഗ്രേറ്റർ ദാൻ F ആൽഫ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ? H0നെ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് സ്റ്റെപ്സ്. ഇത്രയാണ് അനോവ മോഡലിലെ സ്റ്റെപ്സ് വരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതാ ഇവിടെയുള്ള ആദ്യമേ തൊട്ട് ക്യാപിറ്റൽ N G കറക്ഷൻ ഫാക്ടർ, പിന്നെ TSS SSB SSW, അത് കഴിഞ്ഞിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൾറെഡി കണ്ടുപിടിക്കണം, MSB MSW. ഈ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ Fഉം F ആൽഫയും കണ്ടുപിടിക്കാം. F F ആൽഫയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാലിസിസ് റിപ്പോർട്ട് സംഭവം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് അനോവ മോഡൽ ഉള്ളത്. പിന്നെ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എങ്ങനെ വരും? ക്വസ്റ്റ്യൻ എന്ത് ചെയ്യടാ? ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അതിൽ ചെറിയ എന്തോ ഒരു കാണുന്നില്ല അല്ലേ? ഓക്കെ, അതായത് നമുക്കൊരു ടേബിൾ ചിലപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ തരും. കുറച്ച് മിസ്സിംഗ് വേർഡ്സ് അവിടെ എവിടെ ഉണ്ടാവും, ചിലത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മളിതാ ഇവിടെയൊക്കെയുള്ള ഈ റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അനോവയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരാനുള്ളൂ കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ് മക്കളെ. സോ ഇത്രയുമാണ് നമുക്ക് അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓൾ റൈറ്റ്. സോ ബാക്കിയുള്ള കാൽക്കുലസ് പോർഷൻസും ചാപ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഋഷിതാമസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മക്കളെ ഇത്രയേ പറയാനുള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാം എഴുതുക. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല പോലെ വായിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല മക്കളായിട്ട് എഴുതി വരാം കേട്ടോ. സോ ഞാൻ പറഞ്ഞു, കാൽക്കുലേഷൻ പാർട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും. എവിടെയെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ ചെയ്ത് കിട്ടിയതായിരിക്കില്ല ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കെയർലെസ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ടൊക്കെ നോക്കുക കേട്ടോ. സോ മക്കളെ ഓൾ ദി വെരി ബെസ്റ്റ്. ശ്രുത മിസ്സിന് പോവാൻ കേട്ടോ മിസ്സേ. ഓക്കെടാ, ഞാൻ തുടങ്ങല്ലേ? എടാ എങ്ങനെയുണ്ട്? എന്താണ് അവസ്ഥ? മൊത്തത്തിൽ കലഞ്ഞോ അല്ലെങ്കിൽ ഏകദേശം ട്രാക്കിലായിട്ടുണ്ടോ? യെസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എലിമെന്ററി കാൽക്കുലസ് 3, 4, 5, 6 ചാപ്റ്റേഴ്സ് കേട്ടോ അത് ഡിസ്കസ് ചെയ്യാം. സോ എലിമെന്ററി കാൽക്കുലസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണ് എന്ന കാര്യം ഓർക്കുക. പിന്നെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതിന്റെ കൂടെ നമ്മൾ പറയും എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഒരേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കോളൂ, x³ + x+1ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ ചെയ്യുക? x³ ഡെറിവേറ്റീവ് 3 × x² എന്ന് വരും, ദാറ്റ് ഇസ് 3x². എക്സിന്റെ ഡെറിവേറ്റീവോ നമ്മൾ പറഞ്ഞു 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ 3x² + 1 എന്നാണ് നമുക്ക് f' കിട്ടുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോലെ തന്നെ നമ്മളോട് സെക്കൻഡ് ഡെറിവേറ്റീവും ചോദിക്കാം. സോ ഇവിടെ y = 4x³
ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 9ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാടാ ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ ആദ്യം വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുക, ആ ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടി നമ്മൾ എടുക്കുക. സോ വൈ ഡാഷ് അല്ലെങ്കിൽ dy ബൈ dx നമ്മൾ എങ്ങനെയാ കാണുക? 4 ഇൻറ്റു ഇങ്ങനെ കോൺസ്റ്റൻസ് വരുമ്പോൾ 4 ഇൻറ്റു എക്സ് ക്യൂബ് എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുക? 4 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു 3x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2x പ്ലസ് 7 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1 പ്ലസ് 9ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നമുക്ക് 12x സ്ക്വയർ മൈനസ് 4x പ്ലസ് 7 എന്ന് കിട്ടും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, ദാറ്റ് ഈസ് 12 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ് മൈനസ് 4xന്റെ ഡെറിവേറ്റീവ് മൈനസ് 4 ആണ്. സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നു? 24x മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഫൈൻഡ് ചെയ്യുന്നു. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇത് രണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളോട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് 0 to 2 x സ്ക്വയർ മൈനസ് 2 dx. അപ്പോൾ അവിടെ ഓർക്കേണ്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ x റേസ് ടു n dx is equal to x റേസ് ടു n plus 1 by n plus 1 ആണ്. അതായത് ഇന്റഗ്രൽ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് x ക്യൂബ് ബൈ 3. അതേപോലെ 2ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് ആണ് അല്ലേ. സോ കെ ഡി എക്സിന്റെ ഇന്റഗ്രൽ നോക്കുക, ഇന്റഗ്രൽ കെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കെ എക്സ്. അപ്പോൾ 2ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക 2x ആണ്, 5ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 5x ആണ്. സോ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വരുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ് വരികയാണ് ചെയ്യുക, ഡെറിവേറ്റീവ് വരുമ്പോൾ നമ്മൾ 0 എന്നാണ് എഴുതുക. സോ ആ ഡിഫറൻസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടടുത്ത് ഡെറിവേറ്റീവ് എടുക്കേണ്ടടുത്ത് ഇന്റഗ്രലും തിരിഞ്ഞു പോരുത് കേട്ടോ. സോ കെയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ഇവിടെ 2യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x എന്ന് വരും. സോ x ക്യൂബ് ബൈ 3 മൈനസ് 2x എന്ന് കിട്ടും. ലിമിറ്റ് എങ്ങനെയാടാ? 0 മുതൽ 2 വരെയാണ്. ഒന്നും നോക്കണ്ട, ആദ്യം എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 2 ക്യൂബ് ബൈ 3 മൈനസ് 2 ഇൻറ്റു 2 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 ബൈ 3 മൈനസ് 4 ദാറ്റ് ഇസ് മൈനസ് 4 ബൈ 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? സോ ഈ റിസൾട്ട്സ് ആണ് കേട്ടോ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത്. അടുത്ത എന്താടാ? ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 8 വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ പറഞ്ഞു കെയുടെ ഇന്റഗ്രൽ കെ എക്സ് ആണ്. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് കൂടെ കൊടുത്താൽ മതി. അപ്പോൾ 8ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 8x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സി കേട്ടോ. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. സോ നമുക്ക് 8x പ്ലസ് സി എന്ന് പറയാം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റന്റ് എഴുതില്ല, കാരണം നമ്മൾ ഈ 0 to 1 വാല്യൂ കൊടുക്കുമ്പോൾ പിന്നെ ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എഗെയിൻ എക്സ് പ്ലസ് 1ന്റെ ഇന്റഗ്രൽ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാടാ? എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. കാരണം എന്താ? എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ആണ്. സോ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി പ്ലസ് 1ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്. സോ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സിനാണ് നമ്മൾ 0 to 1 ലിമിറ്റ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ 1 വാല്യൂ കൊടുക്കുമ്പോൾ 1 ബൈ 2 പ്ലസ് 1 എന്ന് വരും. മൈനസ് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസും 0 ആയിട്ട് കിട്ടും. സോ ആൻസർ 3 ബൈ 2 ആയിട്ട് കിട്ടും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലടാ, ഡെറിവേറ്റീവും അതേപോലെ ഇന്റഗ്രലും ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് ഇന്റഗ്രൽ x റേസ് ടു n dx is equal to x റേസ് ടു 10 by 10 plus c, then value of n is. So ഇന്റഗ്രൽ x റേസ് ടു n dx x റേസ് ടു 10 by 10 ആണെന്നാണ് പറഞ്ഞത്. നമ്മുടെ റിസൾട്ട് എന്താണ്? ഇന്റഗ്രൽ x റേസ് ടു n dx എന്ന് പറഞ്ഞാൽ x റേസ് ടു n plus 1 by n plus 1 plus c ആണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ, നമുക്ക് എന്ത് പറയാൻ പറ്റും? n plus 1 is equal to 10 ആണെന്ന് പറയാൻ പറ്റും. n plus 1 10 ആണെങ്കിൽ n-ന്റെ വാല്യൂ എത്രയായിരിക്കടാ? n is equal to 9 ആയിരിക്കും. ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. വാല്യൂസ് മാറി മാറി വരും കേട്ടോ. 10 എന്നുള്ളത് 11 20 എന്തോ ആവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? n plus 1 is equal to that power എന്ന് പറഞ്ഞിട്ട് n-ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. അടുത്തത് k നമ്മൾ ഫൈൻഡ് ചെയ്യണം such that integral 0 to k x square dx is equal to 9 ആണ്. ആദ്യം എന്ത് ചെയ്യുക? ഇന്റഗ്രൽ 0 to k x square dx നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് എന്താ കിട്ടുക? എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എന്താടാ? ഇറ്റ് ഇസ് എക്സ് ക്യൂബ് ബൈ 3. ഫ്രം 0 to k ആണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. വാല്യൂ എത്രയാണ്? 9 ആണ്. അപ്പോൾ ആദ്യം k ലിമിറ്റ് കൊടുക്കുമ്പോൾ k ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. 0 കൊടുക്കുമ്പോൾ 0 ക്യൂബ് ബൈ 3 ദാറ്റ് ഇസ് 0 എന്ന് കിട്ടും. വിച്ച് മീൻസ് k ക്യൂബ് ബൈ 3 is equal to 9. that is k ക്യൂബ് is equal to 27 and k യുടെ വാല്യൂ 3 ആണ്. ഇതേപോലെയുള്ള മിസ്സിംഗ് k അല്ലെങ്കിൽ മിസ്സിംഗ് എ ബി സിയുടെ ഒക്കെ വാല്യൂസ് ചോദിക്കാം. ഈ രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് y is equal to 2x plus 3 dy by dx is equal to, നമുക്കറിയാം 2xന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഇനി 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 2x plus 3യുടെ ഡെറിവേറ്റീവ് എന്താടാ? ഇറ്റ് ഈസ് ഈക്വൽ ടു 2. അടുത്തത് അഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. y is equal to 2x ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10 ആണ്. എന്താ ചെയ്യുക? 2 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 6xന്റെ ഡെറിവേറ്റീവ് 6 ആണ്. 10ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ 6x സ്ക്വയർ മൈനസ് 8x പ്ലസ് 6 എന്ന് വരും.
അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 6 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 8xൻ്റെ ഡെറിവേറ്റീവ് 8 ആണ്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? 12x മൈനസ് 8 എന്ന് കിട്ടും. ഓക്കെ ആണോ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വശം നോക്കിക്കോളൂ. d/dx ഓഫ് 1/x⁸8 ആണ്. സാധാരണ രീതിക്ക് നമുക്ക് x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ 1/x⁸8 ആണ് അല്ലേ? അതായത് 1/x⁻n ആണ്. അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1/x⁻n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് x⁻n. സോ എക്സിന്റെ പവർ നമ്മൾ -n ആയിട്ട് കൺസിഡർ ചെയ്താൽ അത് നമ്മുടെ സാധാരണ ഫോമിലേക്ക് വന്നു. സോ ഹിയർ ഇറ്റ് ഈസ് d/dx ഓഫ് x⁻8. അപ്പോൾ 1/x⁸8 എന്ന് പറഞ്ഞാൽ d/dx ഓഫ് x⁻8 എന്നാണ് വരിക. ആൻഡ് അവിടെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഈക്വൽ ടു n എന്ന് പറയാൻ പറ്റും കേട്ടോ. സോ യെസ്, എവിടെ ഉണ്ടു? അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? -8 is equal to n എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് n into x⁻n-1 ആണ്. ദാറ്റ് ഇസ് -8 into x⁻8-1. ദാറ്റ് ഇസ് -8 x⁻−9 എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x⁻−9നെ 1/x⁻9 എന്ന് എഴുതാൻ പറ്റും. സോ -8/x⁻9 എന്നുള്ള രീതിക്ക് ഇതിനെ മാറ്റി എഴുതാം. ഓക്കെ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മാർജിനൽ കോസ്റ്റ് 5x² - 6x + 8 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർജിനൽ കോസ്റ്റ് തന്നിട്ട് ടോട്ടൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ ആണ്. ഗിവൺ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കേസസ്, മാർജിനൽ റവന്യൂ തന്നിട്ട് ടോട്ടൽ റവന്യൂ ചോദിക്കുക, മാർജിനൽ കോസ്റ്റ് തന്നിട്ട് ടോട്ടൽ കോസ്റ്റ് ചോദിക്കുക. ഈ കേസിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ ടോട്ടൽ ആയിട്ട് എഴുതി വെക്കുക. ഇതേപോലെ തിരിച്ചു ചോദിച്ചാൽ, അതായത് ടോട്ടൽ തന്നിട്ട് നിങ്ങളോട് മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് ഒക്കെ ചോദിച്ചാൽ യു ഹാവ് ടു ഡു ഡിഫറൻസിയേഷൻ. സോ മാർജിനൽ തന്നിട്ട് ടോട്ടൽ ചോദിക്കുമ്പോൾ ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സമ്മേഷൻ ആയിട്ട് ആലോചിക്കുക. അതേപോലെ ടോട്ടൽ തന്നിട്ട് മാർജിനൽ ചോദിക്കുമ്പോൾ യു ഹാവ് ടു ഡു ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മളോട് മാർജിനൽ തന്നിട്ട് ടോട്ടൽ ചോദിക്കുമ്പോൾ വി ഹാവ് ടു ഡു ഇന്റഗ്രേഷൻ. 5x² - 6x + 8 ആണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? 5 ഇൻറ്റു x² ഇന്റഗ്രൽ x³ 3 എന്ന് വരും. 6 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ x²/2 ആണ്. 8ന്റെ ഇന്റഗ്രൽ 8x ആണ്. ഒന്ന് ക്യാൻസൽ ഒക്കെ ചെയ്താൽ വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത നോക്കിക്കേ, the cost of manufacturing x items is given by c of x is equal to 2x² - 24x + 107. To have minimum cost, how many items are to be manufactured? അപ്പോൾ ആക്ച്വലി ഇവിടെ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം കോസ്റ്റ് എപ്പോഴും നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ മിനിമം കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഐറ്റംസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണം എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ സി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് ആണ്. ദാറ്റ് ഇസ് എക്സ് നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സച്ച് ദാറ്റ് മിനിമം കോസ്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഒറിജിനൽ ഫംഗ്ഷനെ നമ്മൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എങ്ങനെയാണ് മിനിമം കാണുക? ഒരു ഫംഗ്ഷന്റെ മിനിമം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ c' കാണും, അതായത് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും. വാട്ട് ഇസ് c'? c' is equal to 2 into x² ഡെറിവേറ്റീവ് 2x ആണ് -24. അപ്പോൾ 4x - 24 ആണ് നമുക്ക് c' കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് is equal to 0 എന്ന് കൊടുക്കുക. അതായത് c' is equal to 0, that is 4x - 24 is equal to 0. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4x 24 ആണ്, x 6 ആണെന്ന് പറഞ്ഞിട്ട് you will get a value for x. കഴിഞ്ഞിട്ടില്ല, ഇനി എന്തുകൂടി ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി കാണണം. എന്നിട്ട് ഈ പറയുന്ന 6 എന്ന് പറയുന്ന പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് >0 ആണോ <0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ അത് മാക്സിമം പോയിന്റും >0 ആണെങ്കിൽ മിനിമം പോയിന്റും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4x - 24ന്റെ ഡെറിവേറ്റീവ് എന്താടാ? 4 ആണ്, which is always >0. എക്സിന് വരെ നിങ്ങൾ 6 കൊടുത്താലും അത് 4 തന്നെയാണ്, which is >0. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? c' 0 ആണ്, c" >0 ആണ്. ഹെൻസ് x equal to 6 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കറസ്പോണ്ട്സ് ടു ദി മിനിമം പോയിന്റ്. അപ്പോൾ c" >0 ആയതുകൊണ്ട് x equal to 6 എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ആണെന്ന് പറയാം. ഇതേപോലെ മാക്സിമൈസ് ചെയ്യേണ്ട പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് f'0യും f"<0 ആണ്. ആ കേസ് കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. ടോട്ടൽ റവന്യൂ ഓഫ് ദി ഫേം ഇസ് ഗിവൺ ബൈ r of x is equal to 22x - x², where x is the number of units sold. Find the optimal revenue that the company can make. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാക്സിമം അല്ലെങ്കിൽ മിനിമത്തിനെയാണ് നമ്മൾ ഒപ്റ്റിമം എന്ന് പറയുക. പക്ഷേ ഇവിടെ റവന്യൂ ആണ് അല്ലേ? സോ റവന്യൂ നമ്മൾ എപ്പോഴും മാക്സിമം ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ്? മാക്സിമം റവന്യൂ ഫൈൻഡ് ചെയ്യണം. അതായത് ഈ ഫംഗ്ഷന്റെ മാക്സിമം
മാക്സിമം നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ദാറ്റ് ഇസ് 22 മൈനസ് 2x എന്ന് വരും. കാരണം 22xന്റെ ഡെറിവേറ്റീവ് 22 ആണ്, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. r dash of x 22 മൈനസ് 2x ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ r dash of x 0 ആയിട്ടുള്ള പോയിന്റ് കാണുക. ദാറ്റ് ഇസ് 22 മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള x വാല്യൂ കാണുക. എന്താ കിട്ടുക? 22 ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 11 എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി കാണുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2 എന്നാണ്. സോ 0 മൈനസ് 2 into 1, that is -2 ആണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്, which is always less than 0. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്നും കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്നും കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് കറസ്പോണ്ട്സ് ടു ദി മാക്സിമം പോയിന്റ് എന്ന് പറയാൻ പറ്റും. ആൻഡ് മാക്സിമം പോയിന്റ് അല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ പോയിന്റ് ഇല്ലടാ 11 എന്ന് പറയുന്ന പോയിന്റ്, അത് നമ്മൾ ജസ്റ്റ് r എന്ന് പറയുന്ന ഒറിജിനൽ ഫംഗ്ഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ r of 11 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 22 into 11 മൈനസ് 11 സ്ക്വയർ, ദാറ്റ് ഇസ് 121. അതായത് ഒറിജിനൽ ഫംഗ്ഷൻ 22x മൈനസ് x സ്ക്വയർ ആയിരുന്നു. അവിടെ നമ്മൾ എക്സിന് പകരം 11 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ എലിമെന്ററി കാൽക്കുലസിൽ പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് നമ്മുടെ ഡെറിവേറ്റീവ് എന്താണ്, ഇന്റഗ്രൽ എന്താണ്, ആൻഡ് മാക്സിമം മിനിമം എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് നമുക്ക് റാൻഡം വേരിയബിൾസിലേക്ക് കടക്കാം. സോ ആദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഫോർ എ PMF? ഒരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന്റെ കേസിൽ ട്രൂ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം P of x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എല്ലാ പ്രോബിലിറ്റീസും പോസിറ്റീവ് ആയിരിക്കണം. ഇറ്റ് ഇസ് റൈറ്റ്. അതേപോലെ സം ഓഫ് പ്രോബിലിറ്റീസ്, ദാറ്റ് ഇസ് സിഗ്മ P of x എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ അതും കറക്റ്റ് ആണ്. പിന്നെ P of x is equal to P of x less than or equal to x എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് റോങ്. നമുക്കറിയാം P of x എന്ന് പറഞ്ഞാൽ P of x is equal to x ആണ്. അതായത് എക്സിന്റെ വാല്യൂ സ്മോൾ എക്സ് ആവുമ്പോൾ ഉള്ള പ്രോബിലിറ്റി ആണ്, അല്ലാണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കേസ് അല്ല. അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. P of a less than x less than c എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഒരു b വെച്ചിട്ട് നമുക്ക് പ്രോബിലിറ്റി സ്പ്ലിറ്റ് ചെയ്യാം. a to b കാണാം, b to c കാണാം, എന്നിട്ട് അതിന്റെ സം എടുക്കാം. അപ്പോൾ ഇതിലൊന്നും കുഴപ്പമില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പിക്ക് പകരം ക്യാപിറ്റൽ എഫ് ആണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ചെക്ക് വെദർ ദി ഫോളോയിങ് ഇസ് എ PMF. എങ്ങനെയാ നോക്കുക? ആദ്യം നമുക്ക് എക്സ് വാല്യൂസ് ഉണ്ട് ആൻഡ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് ഉണ്ട്. ആദ്യം നമ്മൾ പ്രോബിലിറ്റീസിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എല്ലാവരും പോസിറ്റീവ് ആണ്, ആരും നെഗറ്റീവ് ആയിട്ട് വരുന്നില്ല. അവിടെ തന്നെ നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് നോട്ട് PMF. പക്ഷേ ഇവിടെ എല്ലാവരും പോസിറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. അടുത്ത കണ്ടീഷൻ എന്താ? സം ഓഫ് പ്രോബിലിറ്റീസ് 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 0.3 + 0.2 0.5, പിന്നെയും 0.3 + 0.2 0.5 ആണ്. അപ്പോൾ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 0.5 + 0.1 ദാറ്റ് is equal to 1 ആണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്രോബിലിറ്റീസും പോസിറ്റീവ് ആണെന്നും കിട്ടി, സം ഓഫ് പ്രോബിലിറ്റീസ് 1 ആണെന്നും കിട്ടി, വിച്ച് മീൻസ് ദിസ് ഈസ് എ PMF. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് നോട്ട് എ PMF. അടുത്ത നോക്കിക്കോളൂ. റാൻഡം വേരിയബിൾ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം PMF ആണെങ്കിൽ സം ഓഫ് പ്രോബിലിറ്റീസ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ A, 2A, 3A, 4A, 5A ആണ്. അവരുടെ സം 1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ആഡ് ചെയ്താൽ വി ഗെറ്റ് 15A is equal to 1. അപ്പോൾ പിന്നെ എയുടെ വാല്യൂ എന്തായിരിക്കും? 1/15 വരും. അപ്പോൾ നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള എ അല്ലെങ്കിൽ കെയുടെ വാല്യൂ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും എയുടെ ടേമിലൊന്നും ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 1 to k 3 5 1 2 എന്നൊന്നും വരില്ല കേട്ടോ. പ്രോബിലിറ്റി ആണ് 1നേക്കാളും കുറവായിരിക്കും. 0.2 0.3 k 0.2 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാല്യൂസ് വരിക. അപ്പോൾ നിങ്ങൾ ഇവരുടെ സം ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. എന്നിട്ട് 1ൽ നിന്ന് ബാക്കിയുള്ളവരെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ കിട്ടും. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഫൈൻഡ് P of 0 less than x less than 4 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 0 less than x less than 4 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, കംപ്ലീറ്റ്ലി ലെസ് ദാൻ ആണ്, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0യും 4യും ഒഴിവാക്കണം. സോ 0യും 4ഉം ഒഴിവാക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ ഉള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ തന്നെ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 0നെയും 4നെയും കൺസിഡർ ചെയ്യാമായിരുന്നു. ഇവിടെ സ്ട്രിക്ട്ലി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടുപേരുടെയും കറക്റ്റ് നടുക്കായിട്ട് വരുന്ന 1 2 3യുടെ പ്രോബിലിറ്റീസ് എടുത്തിട്ട് സം ചെയ്യണം. ദാറ്റ് ഈസ് P of 0 less than x less than 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടക്ക് വരുന്ന x equal to 1ന്റെ പ്രോബിലിറ്റി, 2യുടേത്, 3യുടേത്. ഈ സം ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആൻഡ് ദിസ് സം ഇസ് ഈക്വൽ ടു 2a + 3a + 4a ദാറ്റ് ഈസ് ഈക്വൽ ടു 9a. പക്ഷേ എയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ 9aയിൽ നിർത്തരുത്, എക്ക് പകരം 1/15 കൊടുക്കുക. സോ വി ഗെറ്റ് 9/15. എടാ ഓക്കെ ആയിരുന്നോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ സം ഓഫ് പ്രോബിലിറ്റീസ് 1 എന്നുള്ളത് ഒരു കീ പോയിന്റ് ആണ്, അത് റിമെമ്പർ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് PMF ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ തന്നിട്ട് മീനും ചോദിച്ചു, വേരിയൻസും ചോദിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ എന്താടാ? സിഗ്മ എക്സ് ഇൻറ്റു P of x ആണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു P of x. എക്സ് ഇൻറ്റു P of x എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വാല്യൂവും കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവരുടെ സമ്മ് കാണുക. സോ 0 × 0.1 + 1 × 0.3 + 2 × 0.4 +
3 into 0.2. ഈ രീതിയിൽ ഓരോ എക്സും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ സമ്മ് കാണുക. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1.7. ഇനി ചോദിച്ചിട്ടുള്ളത് വേരിയൻസ് ആണ്. വേരിയൻസിന്റെ ഇക്വേഷൻ എന്താടാ? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇത് കാണാണ്ട് പഠിക്കണം കേട്ടോ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതിൽ ഇ ഓഫ് എക്സ് ആണ് നമ്മളിപ്പോൾ 1.7 എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതിന്റെ സ്ക്വയർ എടുത്താൽ സെക്കൻഡ് ടേം ഓക്കെയാണ്. പക്ഷേ വാട്ട് ഇസ് ഇ ഓഫ് എക്സ് സ്ക്വയർ? അത് കാണാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് അറിയോ ചെയ്യേണ്ടത്? നമ്മുടെ ബോക്സിലെ എക്സ് വാല്യൂസ് ഇല്ലേ, അതിന്റെ സ്ക്വയേഴ്സ് എടുക്കുക. അതായത് ഇവിടെ 0 വരും, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 2ന്റേത് 4 ആണ്, 3ന്റേത് 9 ആണ്. ഇങ്ങനെ സ്ക്വയേഴ്സ് ആണ് നമ്മൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് അവരുടെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. അതായത് നോക്കിക്കേ, 0 സ്ക്വയർ ഇൻറ്റു 0.1, 1 സ്ക്വയർ ഇൻറ്റു 0.3, 2 സ്ക്വയർ ഇൻറ്റു 0.4, 3 സ്ക്വയർ ഇൻറ്റു 0.2. ഈ രീതിയിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആകെയുള്ള വ്യത്യാസം എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്നാവും. അതായത് നമ്മുടെ എക്സ് വാല്യൂസിന്റെ സ്ക്വയറും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും ആണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അവരുടെ സമ്മ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ 3.7. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ചെയ്തു? ഇ ഓഫ് എക്സ് സ്ക്വയറും ഫൈൻഡ് ചെയ്തു, ഇ ഓഫ് എക്സും ഫൈൻഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഈ 3.7ൽ നിന്ന് ഇ ഓഫ് എക്സ് ആയിട്ടുള്ള 1.7ന്റെ സ്ക്വയർ എടുക്കുക. ദാറ്റ് ഇസ് 2.89. ഡിഫറൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് 0.81 ആസ് ദി ആൻസർ. ക്ലിയർ ആണോ? റൈറ്റ്. ഇനി അടുത്ത് നോക്കിക്കോളൂ. ഇ ഓഫ് എക്സിനെയും വി ഓഫ് എക്സിനെയും പ്രോപ്പർട്ടീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇ ഓഫ് എ എന്ന് പറഞ്ഞാൽ അതായത് കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ 0 ആണ്. ഇ ഇൻറ്റു എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ ഓഫ് എക്സ് ആണ്. സോറി, ഇ ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ ഓഫ് എക്സ് ആണ്. ഇനി ഇ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. ഇതിൽ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എനെ പുറത്തേക്ക് വെക്കുക, എ ഇൻറ്റു ഇ ഓഫ് എക്സ് എന്ന് വരും, പ്ലസ് ബിനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. സോ ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. ഇ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഇ ഓഫ് വൈ ആണ്. സിമിലർലി വേരിയൻസിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. വേരിയൻസ് ഓഫ് കോൺസ്റ്റന്റ് 0 ആണ്. വി ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ അല്ല പുറത്തോട്ട് വരിക, എ സ്ക്വയർ ആണ് പുറത്തോട്ട് വരിക. സിമിലർലി വി ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വി ഓഫ് എക്സ് എന്നാണ് വരിക. അവിടെ കോൺസ്റ്റന്റിന്റെ വർത്താനം ഇല്ല. നമ്മൾ വേരിയൻസിന്റെ കേസിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കോൺസ്റ്റന്റ് അവിടെ കാണുന്നില്ല. എ സ്ക്വയർ വി ഓഫ് എക്സ് ആണ് ആൻസർ വരിക. സമ്മിന്റെ കേസിൽ നമ്മൾ എക്സ്പെക്ടേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് വരിക. ക്വസ്റ്റൻ എങ്ങനെയാണ് വരിക? ഇ ഓഫ് എക്സും വി ഓഫ് എക്സും നിങ്ങൾക്ക് തരും. എന്നിട്ട് ഡിഫറെന്റ് ലീനിയർ കോമ്പിനേഷൻസ് ചോദിക്കും. അതായത് ഇ ഓഫ് 4x - 3 എന്താണ്, അല്ലെങ്കിൽ വി ഓഫ് 4x - 3 എന്താണ് എന്നൊക്കെ ചോദിക്കും. എന്താ നമ്മുടെ പ്രോപ്പർട്ടി? എക്സ്പെക്ടേഷൻ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് 4നെ മുന്നോട്ട് എടുക്കുക. 4 ഇൻറ്റു ഇ ഓഫ് എക്സ് എന്ന് വരും, -3 എന്ന് ചെയ്യുക. സോ 4 ഇൻറ്റു 4 -3, ദാറ്റ് ഇസ് 16 - 3 13 എന്ന് വരും. ഇതേപോലെ വി ഓഫ് 4x - 3 ചെയ്യുമ്പോഴോ അവിടെ -3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ മൈൻഡ് ചെയ്യില്ല. 4ന്റെ സ്ക്വയർ നമ്മൾ പുറത്തോട്ടേക്ക് വെക്കും. ദാറ്റ് ഇസ് 4 സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്, ദാറ്റ് ഇസ് 16 ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 32. ഈ രീതിയിൽ എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് പറയുന്നതും എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്, ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രോപ്പർട്ടീസും പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടാ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പി ഓഫ് എഫ് ഓഫ് 2 ആണെങ്കിൽ നമ്മൾ ചെയ്യുക എന്താണ്? ഇറ്റ് ഈസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ 2 വരെയുള്ള പ്രോബബിലിറ്റീസിന്റെ സമ്മാണ് നമ്മൾ അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. സോ അതിനെ കണ്ടിന്യൂസിന്റെ ഭാഷയിൽ നമ്മൾ എങ്ങനെയാ പറയാം? ഇറ്റ് ഈസ് -∞ ടു എക്സ് ഇന്റഗ്രൽ -∞ ടു എക്സ് ഫംഗ്ഷൻ ഡി എക്സ്. അതായത് -∞ മുതൽ എക്സ് വരെയുള്ള പോയിന്റിന്റെ ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യുക. ആൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഗിവൺ ഫംഗ്ഷൻ കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. എഫ് ഓഫ് -∞ 0 ആയിരിക്കും, എഫ് ഓഫ് ∞ 1 ആയിരിക്കും. എഫ് ഓഫ് എക്സ് നോൺ ഡിക്രീസിങ് ആൻഡ് കണ്ടിന്യൂസ് ടു ദി റൈറ്റ് ആണ്. പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കാണുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കണ്ടാൽ മതി. ഇത്രയും പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. അതേ ക്വസ്റ്റൻ തന്നെയാണ് സി ഡി എഫിന്റെ കേസിൽ. എഫ് ഓഫ് -∞ എന്താണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എഫ് ഓഫ് -∞ 0യും +∞ 1ഉം ആണ്. അടുത്തത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ PDF നിങ്ങൾക്ക് തന്നു. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാടാ? നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. പക്ഷെ ഫംഗ്ഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 0ന്റെയും 1ന്റെയും ഇടയിൽ ഫംഗ്ഷൻ 2x ആണ്, അല്ലാത്തടത്തൊക്കെ ഫംഗ്ഷൻ 0 ആണ്. വിച്ച് മീൻസ് നമ്മളൊന്ന് ജസ്റ്റ് റിയൽ ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം -∞യും ∞ രണ്ടറ്റത്ത് വരും, ഇടയ്ക്ക് 0യും വരും 1ഉം വരും. ഈ 0ന്റെയും 1ന്റെയും ഇടയിലാണ് ഫംഗ്ഷൻ 2x ആവുന്നത്, അല്ലാത്ത പക്ഷം നമ്മുടെ ഫംഗ്ഷൻ 0 ആണ്. കറക്റ്റ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് 3 കേസ് ആയിട്ടാണ് ചെയ്യുക. അതായത് ഓരോ ഇന്റർവെല്ലിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എക്സ് വാല്യൂ എടുക്കുക. സോ ആദ്യത്തെ എക്സ് നമ്മൾ ഈ ഒരു ഇന്റർവെല്ലിലാണ് എടുക്കുക, അതായത് -∞ന്റെയും 0ന്റെയും ഇടയിൽ. അപ്പോൾ നമ്മുടെ എക്സ് എങ്ങനെയാണ് വരിക? എക്സ് ലെസ് ദാൻ 0 എന്ന് വരും. അപ്പോൾ എക്സ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെയാണ് കേട്ടോ വരിക ആദ്യത്തെ കേസിൽ.
സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, -∞ മുതൽ x വരെ f of x dx കാണുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ f of x എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ f of x ന് പകരം 0 ആണ് കൊടുക്കേണ്ടത്. സോ ഇന്റഗ്രൽ 0 dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി 0 to 1 റീജിയനിൽ നമ്മൾ എക്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, 0 മുതൽ 1 വരെ റീജിയനിൽ നമ്മൾ എക്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, -∞ to 0 f of x dx ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം, -∞ to 0 നമ്മുടെ f of x 0 ആണ്. പക്ഷേ 0 to x കൺസിഡർ ചെയ്യുമ്പോൾ x ഈ ഒരു റീജിയനിലാണെങ്കിൽ 0 to x കൺസിഡർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, 2x ആണ്. സോ ആ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പീസ് 0 ആണ്, പക്ഷേ സെക്കൻഡ് പീസിനെ നമ്മൾ 0 to x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് x². അടുത്തത് നമ്മുടെ x greater than 1 കേസ് ആണ്. x greater than 1 കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തേർഡ് പീസ് ആണ്. 1 to ∞ നമ്മുടെ x കിടക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, -∞ to 0 ചെയ്യും, 0 to 1 ചെയ്യും, പിന്നെ 1 to x ചെയ്യും. സോ ഓരോ പീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. -∞ to 0ൽ ഫംഗ്ഷൻ 0 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. സിമിലർലി 1 to x ചെയ്യുമ്പോഴും ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് ആൻസർ 0 ആയിരിക്കും. പക്ഷേ 0 to 1 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്റഗ്രൽ 0 to 1 2x dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് x² ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക ഫ്രം 0 to 1. ആൻസർ കിട്ടുക 1 എന്നാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കേസ് ഞാൻ പറഞ്ഞു. ഈ ഒരു ഇന്റഗ്രേഷൻ ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾക്ക് തീരെ കയറുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എപ്പോഴും വരാറൊന്നുമില്ല. നമുക്ക് പബ്ലിക് ആക്കുമ്പോഴേക്ക് സെറ്റ് ആക്കാം. പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എഗെയിൻ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് വിത്ത് വേരിയൻസ് 4. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് 2x പ്ലസ് വേരിയൻസ് ഓഫ് 2x plus 1 ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുക, 2ന്റെ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഇസ് 2² into v of x എന്ന് വരും. ദാറ്റ് ഇസ് 4 into 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. സോ ഇത്രയാണ് നമുക്ക് 4th ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് കടക്കാം. നമുക്ക് 2 ഡിസ്ട്രിബ്യൂഷൻസ് ആണുള്ളത്, ബൈനോമിയലും അതേപോലെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും. ബൈനോമിയലിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, ദർ ആർ n identical trials, each trial has 2 possible outcomes, the probabilities of 2 outcomes remain constant and the trials are independent. ഇതൊക്കെ ഓർത്ത് വെക്കുക. ബൈനോമിയൽ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഫൈനൈറ്റ് ആയിട്ടുള്ള ട്രയൽസ് ആണ് നമ്മൾ നടത്തുക, അല്ലാണ്ട് ഇൻഫൈനൈറ്റ് ട്രയൽസ് നടത്തില്ല. നിങ്ങൾക്ക് ഒരു 10 ട്രയൽസ് 20 ട്രയൽസ് ആ രീതിയിൽ ഒരു ഫൈനൈറ്റ് ട്രയൽസ് ആണ് ഉണ്ടാവുക. എല്ലാ ട്രയലിലും 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. നമ്മൾ അതിനെ സക്സസ് ഫെയിലിയർ എന്നൊക്കെ വിളിക്കും. ആൻഡ് ഓരോ ട്രയൽ എടുക്കുമ്പോഴും പ്രോബബിലിറ്റി ഓഫ് സക്സസും ഫെയിലിയറും ഒക്കെ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ഫസ്റ്റ് ട്രയലിൽ എനിക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിച്ച് സെക്കൻഡ് ട്രയലിൽ ഹെഡ് കിട്ടണമെന്നില്ല. സോ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, നമ്മുടെ PMF എന്തായിരുന്നു, ഇറ്റ് ഈസ് ഈക്വൽ ടു NCX P raised to x Q raised to n minus x, where P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, Q എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. പിയും ക്യൂവും തമ്മിലെ ബന്ധം എന്താണ്, P plus Q is equal to 1 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എപ്പോഴും 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, Q is equal to 1 minus P എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി പിയിലും ക്യൂയിലും ഒരാളെ കിട്ടിയാൽ തന്നെ നമുക്ക് അതർ വൺ കാണാൻ പറ്റും, കാരണം അവരുടെ സമ്മ് 1 ആണ്. സോ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് എന്നും പിയും ആണ് പറയുക. സോ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുക x ഫോളോസ് b ഓഫ് NP എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് ഇവിടെ മീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് NP ആണ്. വേരിയൻസ് v of x എന്ന് പറഞ്ഞാൽ NPQ ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ യു വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്വസ്റ്റ്യൻ നോക്കിക്കോ, എ ഫെയർ കോയിൻ ഇസ് ടോസ്ഡ് 5 times, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സ്? ഒരു ഫെയർ കോയിൻ 5 തവണ ടോസ് ചെയ്താൽ 2 ഹെഡ്സ് എക്സാക്ട്ലി 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. 5 times ടോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 5 ആണ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് P of x is equal to 2. ഇവിടെ കോയിൻ ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഉള്ള പ്രോബബിലിറ്റി ഹാഫ് വീതമാണ്. സോ P is equal to half ആണ്, Q equal to half ആണ്. നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി എന്ത് ചെയ്യാം, NCX P raised to x Q raised to n minus x, അതാണ് ഈ കാണുന്ന 5C2 ഹാഫ് സ്ക്വയർ ഹാഫ് റേസ് ടു 5 minus 2. നമ്മൾ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ 10/3 സ്ക്വയർ. കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. 5C2 കാണാൻ എന്ത് ചെയ്താൽ മതി, താഴെ 2 അല്ലേ, അപ്പോൾ നമ്മൾ 5 into 4, അതായത് താഴെ 3 ആണെങ്കിൽ നമ്മൾ 5 into 4 into 3 വരെ ചെയ്യണം കേട്ടോ. അതായത് ജസ്റ്റ് 2 ആണെങ്കിൽ 2 സ്റ്റെപ്പ് ചെയ്യുക, 3 ആണെങ്കിൽ 3 നമ്പേഴ്സ് താഴോട്ടേക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 into 4 ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ചെയ്യുക, യു വിൽ ഗെറ്റ് 10. അപ്പോൾ 10/32 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അടുത്ത നോക്കിക്കോ, എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീനും വേരിയൻസും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതാണ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ബൈനോമിയൽ എന്ന് ചോദിക്കാനുള്ളത്. സോ മീനും വേരിയൻസും തന്നിട്ടുണ്ട്. അതായത് NP6 ആണ്, NPQ 3.6 ആണ്, NP6 ആണ്, NPQ 3.6 ആണ്. പക്ഷേ NPയും NPQയും തന്നാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, Q ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാടാ, NPQ by NP ചെയ്താൽ മതി. NP ക്യാൻസൽ ആയിട്ട് വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് Q. സോ NPQ എന്ന് പറഞ്ഞാൽ 3.6 ആണ്, NP6 ആണ്, 3.6/6 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. അതാണ് വാല്യൂ ഓഫ് Q. ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, അതായത് P ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, 1 minus Q ചെയ്താൽ മതി. സോ 1 minus 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കോ, എഗെയിൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ തന്നിട്ടുണ്ട് 4 ആണ്, വേരിയൻസ് 3 ആണ്,
നമ്മളോട് PMF എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. സോ NP4 ആണ്, NPQ 3 ആണെങ്കിൽ Q എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? NPQ by NP ആണ്, ദാറ്റ് ഇസ് 3/4 എന്ന് വരും. Q 3/4 ആണെങ്കിൽ P എന്തായിരിക്കും? 1 - 3/4, ദാറ്റ് ഇസ് 1/4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആർ ഫംഗ്ഷൻ? NCX P⁻x Q⁻n−x ആണ്. അവിടെ എന്നിന് പകരം നമ്മൾ എഗെയിൻ എന്നൂടി നമുക്ക് ഫൈൻഡ് ചെയ്യാനുണ്ട് അല്ലേ. സോ NP4 ആണ്. അങ്ങനെയാണെങ്കിൽ P നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു, 1/4 ആണ്. സോ N × 1/4 4 എന്ന് കിട്ടി, എന്നിന്റെ വാല്യൂ 16 കിട്ടി. സോ NPയും NPQവും വെച്ചിട്ട് നമുക്ക് Q ഫൈൻഡ് ചെയ്യാം, P ഫൈൻഡ് ചെയ്യാം, N ഫൈൻഡ് ചെയ്യാം. ഇത് മൂന്നും ഫൈൻഡ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ദി ഫംഗ്ഷൻ. സോ NCX P⁻x Q⁻n−x ൽ എന്നിന് പകരം 16 കൊടുക്കുന്നു, Pക്ക് പകരം 1/4 കൊടുക്കുന്നു, Qക്ക് പകരം 3/4 കൊടുക്കുന്നു. നമ്മുടെ ആൻസർ ആയി. അടുത്ത നോക്കിക്കോ, മീനും വേരിയൻസും തന്നിട്ട് P(x) = 2. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രോബബിലിറ്റി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സിമിലർ ആണ്. Q ആദ്യം ഫൈൻഡ് ചെയ്യുന്നു, NPQ by NP ചെയ്തിട്ട് യു വിൽ ഗെറ്റ് 0.8. ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ P ഫൈൻഡ് ചെയ്യുന്നു, 1 - 0.8, ദാറ്റ് ഇസ് 0.2. ഇത് രണ്ടും കിട്ടിയാൽ N ഫൈൻഡ് ചെയ്യാൻ പറ്റും, കാരണം P വെച്ചിട്ട് N ഫൈൻഡ് ചെയ്യാം. സോ N എന്ന് പറഞ്ഞാൽ 10/P എന്ന് വരും. 10/P ചെയ്താൽ Nന്റെ വാല്യൂ 50 എന്ന് കിട്ടും. ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? P(x) = 2 ഫൈൻഡ് ചെയ്യാം. NCX P⁻x Q⁻n−x ആണ്. കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10% of items produced by machine are likely to be defective. 5 items are selected at random. Find the probability that at least 1 item is defective. അപ്പോൾ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഇവിടുത്തെ സക്സസ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സക്സസിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാ? എടാ 10% ഓഫ് ദി പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് ആർ ഡിഫക്റ്റീവ്. അതായത് മൊത്തത്തിലുള്ളതിന്റെ 10%, പ്രൊഡ്യൂസ്ഡ് ഐറ്റത്തിന്റെ 10% ഡിഫക്റ്റീവ് ആണ്. വിച്ച് മീൻസ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 10/100 ആണ്. ദാറ്റ് ഇസ് 1/10, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0.1 എന്ന് പറയാം. ഓക്കെ, ഇനി 0.1 ആണ് P എങ്കിൽ വാട്ട് വിൽ ബി Q? Q എന്ന് പറഞ്ഞാൽ 1 - 0.1, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.9. Pയും Qയും കിട്ടി, ആൻഡ് വി ആർ സെലക്ടിങ് 5 items at random. സോ Nന്റെ വാല്യൂ 5 ആണ്. Pയും Qയും Nഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? P(x) > 1. അതായത് ഇവിടെ നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1ൽ കൂടിയാൽ ഒരു കുഴപ്പമില്ല. 1 എങ്കിലും വേണമെന്നാണ് അതിന്റെ അർത്ഥം. 1 ആവാം, 2 ആവാം, 3 ആവാം, ഒരു കുഴപ്പമില്ല. 1ൽ കൂടിയാൽ കുഴപ്പമില്ല. സോ പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് P(x) > 1 ആണ്. അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 - P(x) < 1 ചെയ്താൽ മതി. പക്ഷേ x < 1 എന്ന് പറഞ്ഞാൽ ആകെയുള്ള കേസ് P(x) = 0 ആണ്. സോ 1 - 0.59 ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.4. അറൌണ്ട് 0.4 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? P(x) = 0. അപ്പോൾ ആക്ച്വലി ഇവിടെ P(x) = 0 നമ്മൾ എന്ത് യൂസ് ചെയ്തത്? നമ്മുടെ ബൈനോമിയൽ തിയറം യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ Pയും Qയും ഒക്കെ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? P(x) = 0 കൊടുക്കുക. എന്നിട്ട് ആ x = 0ന്റെ പ്രോബബിലിറ്റി ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. 5C0 0.1/0 0.9/5. ആക്ച്വലി 0.1/0 എന്നൊക്കെ പറഞ്ഞാൽ എന്താടാ? 1 ആണ്. കാരണം ഒരു നോൺ സീറോ നമ്പറിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. സിമിലർലി 5C0 അല്ലെങ്കിൽ NC0 എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. സോ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുക, ആൻസറിലേക്ക് എത്തും. ഇനി അടുത്ത് നോക്കിക്കോളൂ, പോയ്സൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടുത്തെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം x എന്ന് പറയുന്നത്. ആൻഡ് ഒക്കറൻസസ് ആർ റാൻഡം. ഇവിടുത്തെ ഒക്കറൻസസ് എന്ന് പറഞ്ഞാൽ റാൻഡം ആണ്, അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കുന്ന കറക്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. റാൻഡം ആയിട്ടുള്ള അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒക്കറൻസസ് ആണ്. ആൻഡ് ഒക്കറൻസസ് ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ആക്സിഡന്റിന്റെ കേസൊക്കെ പറഞ്ഞു അല്ലേ, ഇന്ന് 10 ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിച്ചിട്ട് നാളെ 10 നടക്കണം എന്ന് ഒരു നിർബന്ധമില്ല. സോ ആ രീതിയിൽ ഒക്കറൻസസ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ (λ)(x) ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് ഒക്കറൻസസ് ആണ്. എക്സ് എന്താണ്? എക്സാക്ട് നമ്പർ ഓഫ് ഒക്കറൻസസ് ആണ്. സോ P(x) = x കാണാൻ വേണ്ടി ആവറേജ് നമ്പർ ഓഫ് ഒക്കറൻസസ് എന്ന് പറയുന്ന ലാംഡയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ലാംഡ തന്നെയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും. സോ E(x)ഉം V(x) ഒക്കെ ലാംഡയാണ്. SD എന്ന് പറഞ്ഞാൽ റൂട്ട് ലാംഡയാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇറ്റ് ഈസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി റൈറ്റ് എനി ടു സിറ്റുവേഷൻസ് വെയർ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ്. നമുക്ക് എന്ത് പറയാം? ആക്സിഡൻസ് ഇൻ എ സിറ്റി ഇൻ എ വീക്ക്, അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഇൻ എ ബുക്ക്. ഇതൊക്കെ നമുക്ക് ആവറേജ് തന്നിട്ട് ഒരു എക്സാക്ട് കണക്ക് ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് റാൻഡം അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ആൻഡ് ഡിസ്ക്രീറ്റ് ആയിരിക്കണം കേട്ടോ കേസ്. അതായത് ഫൈനൈറ്റ് അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കേണ്ടത്. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആയിട്ടുള്ള ഏത് സിറ്റുവേഷനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇഫ് x follows P(6), റൈറ്റ് ദി PMF of x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ P(x) എന്ന് പറഞ്ഞാൽ 6 എന്താടാ? P(6) എന്ന് പറഞ്ഞാൽ 6 ലാംഡയാണ്. കാരണം P(λ)യുടെ
ലാംഡയ്ക്ക് പകരമാണ് ഇവിടെ 6 എന്ന് തന്നിട്ടുള്ളത്. സോ ലാംഡയുടെ വാല്യൂ എന്താണ്? 6 ആണ്. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദി ഫംഗ്ഷൻ. കാരണം എന്താ? e raised to minus lambda, lambda raised to x by x factorial ആണ്. that is e raised to minus 6, 6 raised to x by x factorial, 0 otherwise എന്ന് എഴുതാം. സോ ഇതാണ് നമ്മുടെ p of x എന്ന് പറയുന്നത്. അടുത്തത് റാൻഡം വേരിയബിൾ x has pmf e raised to minus 4, 4 raised to x by x factorial. e raised to minus 4, 4 raised to x by x factorial എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലാംഡയുടെ സ്ഥാനത്തൊക്കെ 4 ആണ് ഇരിക്കുന്നത്. which means lambda is equal to 4 ആണ്. ലാംഡ 4 ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പെക്ടേഷനും വേരിയൻസും ഒക്കെ ഈ ലാംഡയാണ്. സോ ഇ ഓഫ് എക്സും വി ഓഫ് എക്സും ഒക്കെ 4 ആണ്. അപ്പം എന്താ കറക്റ്റ് ഓപ്ഷൻ? ഇ ഓഫ് എക്സ് ഈക്വൽ ടു 4, വി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് വരും. ഇനി പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ആണ്. കാരണം രണ്ടും ലാംഡയാണ് അല്ലേ. സോ മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ആണ്. അടുത്തത് മീൻ ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലാംഡ 2 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ഒരു പെർട്ടിക്കുലർ വാല്യൂവിലെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2, 2 റേസ് ടു 4/4 ഫാക്ടോറിയൽ എന്ന് വരും. അതായത് ലാംഡയ്ക്ക് പകരം ആവറേജ് 2 തന്നിട്ടുണ്ട്. സോ ലാംഡയ്ക്ക് പകരം 2ഉം കൊടുക്കുക, എക്സിന് പകരം 4ഉം കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് 2, 2 റേസ് ടു 4/4 ഫാക്ടോറിയൽ എന്ന് വരും. സോ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത നോക്കിക്കോ, ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് പെർ മിനിറ്റ് കമ്മിങ് ഇൻ ടു switchboard company is 2.5. Find the probability that during one particular minute there will be no phone calls at all. Exactly 2 calls. അപ്പോൾ again ഒരു ആവറേജ് കണക്ക് നമുക്ക് തന്നു 2.5 ആണ്. which means ആവറേജ് എന്ന് പറഞ്ഞാൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇറ്റ് ഇസ് ലാംഡ. ലാംഡ 2.5 ആണെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് no phone calls at all എന്ന് പറഞ്ഞാൽ p of x equal to 0. സിമിലർലി 2 ഫോൺ കോൾസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്യുക എങ്ങനെയാണ്? നമ്മുടെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കും? 2.5 കൊടുക്കും, എക്സിന് പകരം 0ഉം 2ഉം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കും. സോ ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ, ലാംഡയ്ക്ക് പകരം 2.5ഉം എക്സിന് പകരം 0ഉം കൊടുത്താൽ ആദ്യത്തെ ആൻസർ നമുക്ക് 0.082 എന്ന് കിട്ടും. സിമിലർലി എക്സ് ഈക്വൽ ടു 2ന്റെ കേസിൽ ഇ റേസ് ടു മൈനസ് 2.5, ലാംഡ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ 2.5 റേസ് ടു 2 എന്ന് വരും. ഡിവൈഡഡ് by 2 factorial is equal to 0.26 എന്ന് വരും. സോ ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ബൈനോമിയലും പോയ്സണും ഏതൊക്കെ കേസിലാണ് ചെയ്യാന്നുള്ളതും ആലോചിക്കുക. അതിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ആലോചിക്കുക. അതിൽ മീൻ വേരിയൻസ് ഈ കാര്യങ്ങളും ഒന്ന് ആലോചിക്കുക. ഇത് വെച്ചിട്ടാണ് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ഒന്നിങ്ങനെ ഓർത്ത് പോയാൽ യു വിൽ ഗെറ്റ്. എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ അവർ ചോദിക്കുള്ളൂ കേട്ടോ. സോ അടുത്തായിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൂടി ചെയ്തിട്ട് പരിപാടി കംപ്ലീറ്റ് ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസാണ്. ഇന്നലത്തെ ഉറക്കം ശരിയാകത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എൻ്റെ വർത്തമാനത്തിൽ. റൈറ്റ്, അതായത് ഒരു ഫ്ലോ കിട്ടുന്നില്ല എനിക്ക് സംസാരിക്കുമ്പോൾ. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു കർവ് ആണ് കേട്ടോ. അതായത് നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിമെട്രിക് ആയിരിക്കും, നല്ല ഭംഗിയുള്ള ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും ഈ നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് സിമെട്രിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നോർമൽ കർവിന് നമുക്ക് എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഇസ് 1/σ√2π e raised to x minus mu whole square by 2 sigma square, where mu എന്ന് പറഞ്ഞാൽ മീൻ ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. സോ ഇത് വെച്ചിട്ടല്ല നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു എഫ് ഓഫ് എക്സ് തന്നാൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയോ? ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സിഗ്മയ്ക്കും മ്യൂക്കും പകരം വാല്യൂസ് കൊടുത്തിട്ട് തരും. 1/4√2π എന്നൊക്കെ പറഞ്ഞ് സിഗ്മയ്ക്കും മ്യൂക്കും അവർ വാല്യൂസ് കൊടുക്കും. എന്നിട്ട് നിങ്ങളോട് ഓപ്ഷൻ ആയിട്ട് ചോദിക്കും വാട്ട് ഇസ് മീൻ ആൻഡ് വാട്ട് ഇസ് വേരിയൻസ് എന്നൊക്കെ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സിഗ്മയുടെ പൊസിഷനുള്ള ആൾ അയാളെ നിങ്ങൾ എടുക്കുക. 3 ആണ് അവിടെയെങ്കിൽ നിങ്ങൾ എഴുതുക സിഗ്മ 3 ആണ്. ആൻഡ് മ്യൂവിൻ്റെ പൊസിഷനിൽ ആരാണോ അയാളെ പിക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുക മീൻ അല്ലെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ ആണ്. ആ രീതിക്ക് അതൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. കാരണം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ നോർമലിലെ പ്രോബ്ലംസ് ചെയ്യാറില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ ഇനി നമ്മുടെ ഈ ഒരു കേസിൽ നോർമലിൻ്റെ കേസിൽ മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ് നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മുടെ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് അബൌട്ട് മീൻ ആണ് കേട്ടോ. നമ്മുടെ കർവിൻ്റെ നടുക്കുണ്ടാവുക മ്യൂ ആണ്. പക്ഷെ നമ്മൾ ചെയ്യുക സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. എന്താ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ, സ്റ്റാൻഡേർഡ് നോർമലിൽ മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആയിരിക്കും. സോ മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. സോ ഈ ഒരു കർവ് ആരുടെ സെൻട്രിക് ആയിട്ടായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു നേരത്തെ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു മീൻ ആണ്. സോ ഇവിടെ 0 ആണ് മീൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കർവ് എന്ന് പറയുന്നത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു 0 ആയിരിക്കും. അപ്പോൾ 0 ആയിരിക്കും നമ്മുടെ കറക്റ്റ് സെൻറ്ററിൽ വരിക. -∞ ഈ അറ്റത്തും ഇൻഫിനിറ്റി മറ്റേ അറ്റത്തും വരും. 0 ആയിരിക്കും സിമെട്രിക് ആയിട്ട് കറക്റ്റ് നടുവിലായിട്ട് വരിക. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു എക്സിലെ ടേംസ്, അതായത് നോർമലിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുക. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക?
എക്സ് ആണ് നമ്മുടെ വേരിയബിൾ എങ്കിൽ സെഡ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്ന കൺവേർഷൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ഒറിജിനൽ എക്സിനെ നമ്മൾ മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യും സെഡിലേക്ക്. എന്നിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക പി ഓഫ് 0 ലെസ് ദാൻ Z1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കേസ് ആണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ കർവിന്റെ അണ്ടറിൽ വരുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ ഏരിയ 1 ആയതുകൊണ്ട് തന്നെ ഈ പീസിന്റെ ഏരിയയും ഈ പീസിന്റെ ഏരിയയും 0.5 വീതമായിരിക്കും. കാരണം സംഭവം എന്താണ്, സിമെട്രിക് ആണ്. സോ ദിസ് ഇസ് 0.5 ആൻഡ് ദിസ് ഇസ് 0.5 സിൻസ് ഇറ്റ് ഇസ് സിമെട്രിക്. അപ്പോൾ അതും നമുക്ക് ആവശ്യമാണ്. ഇനി സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ പറഞ്ഞു 0 to Z1. അതായത് ഈ ഒരു കേസിനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുക. ലെറ്റ് ദിസ് ബി Z1. ഇതാണ് 0 എങ്കിൽ ഈ ഒരു ഏരിയ ഫൈൻഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാനാണ് പി ഓഫ് 0 ലെസ് ദാൻ Z1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോർമൽ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുക. ബട്ട് ഈ കേസ് മാത്രമല്ല നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക, പല രീതിക്ക് കേസസ് വരും. അതിനൊക്കെ ഈ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ കേസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്താണ്? അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഹാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അടുത്തത് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. മീൻ തന്നിട്ടുണ്ട് 28 ആണ്, എസ് ജി തന്നിട്ടുണ്ട് 5 ആണ്. ചോദിച്ചിട്ടുള്ളത് പി ഓഫ് 25 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 30 ആണ്. 25 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 30 എന്ന് പറഞ്ഞാൽ എക്സിന്റെ ടേമിലാണ്. ഞാൻ പറഞ്ഞു അതിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുക? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്താൽ മതി. പക്ഷെ അത് എക്സിന് മാത്രം ചെയ്താൽ മതിയോ? പോരാ, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 25ഉം 30 ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് കൊടുക്കും. മ്യൂ ഇവിടെ 28 ആണ് തന്നിട്ടുള്ളത്, സിഗ്മ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 25 മൈനസ് 28/5 ലെസ് ദാൻ എക്സ് മൈനസ് 28/5 ലെസ് ദാൻ 30 മൈനസ് 28/5 എന്ന് പറഞ്ഞിട്ട് എന്ത് ചേഞ്ച് ആണോ നമ്മൾ വരുത്തുന്നത്, എക്സിൽ എന്ത് ചേഞ്ച് ആണോ വരുത്തുന്നത് അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ അതേപോലെ കൊണ്ടുവരണം. ആൻഡ് എക്സിൽ ചേഞ്ച് ചെയ്താൽ വിൽ ഗെറ്റ് സെഡ് ആൻഡ് റൈറ്റ് ലെഫ്റ്റിൽ നമുക്ക് മൈനസ് 3/5 കിട്ടും, അതേപോലെ റൈറ്റിൽ 2/5 കിട്ടും. അതായത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് പി ഓഫ് മൈനസ് 0.6 ലെസ് ദാൻ Z ലെസ് ദാൻ 0.4 ആണ്. എങ്ങനെയായിരുന്നു ചെയ്യുക? പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൈനസ് 0.6 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. സോ മൈനസ് 0.6 to 0.5 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ആക്ച്വലി ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാവുന്നത് 0 മുതൽ ഒരു Z1 വരെയുള്ള പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാനാണ്. പക്ഷേ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, -6 to 0 എന്ന് പറയുന്ന ഈ ഏരിയയും 0 to 0.6 എന്ന് പറയുന്ന ഏരിയയും കംപ്ലീറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, -0.6 to 0 കാണുന്നതിന് പകരം 0 to 0.6 കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ 0 മുതൽ 0.6 വരെയുള്ള പ്രോബബിലിറ്റി കാണും. അതേപോലെ 0 മുതൽ 0.4 വരെ നമ്മൾ അടുത്ത കേസായിട്ട് കാണും. ഇതിന്റെ സം ആയിരിക്കും നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി. ഇനി എങ്ങനെയായിരുന്നു നമ്മൾ ഈ ടേബിൾ വെച്ചിട്ട് പ്രോബബിലിറ്റി കാണുക? ഇവിടെ 0.6 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടേബിൾ വാല്യൂസ് നോക്കുമ്പോൾ വെർട്ടിക്കൽ വാല്യൂസിൽ 0.6 സെലക്ട് ചെയ്യുക. 0.6 എന്ന് മാത്രം ആയതുകൊണ്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു വാല്യൂ 0.2257 എടുത്തു. ഒരു 0.62 എന്നെങ്ങാനും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0.6 എടുക്കും, ഇപ്പുറത്ത് 0.02 എടുക്കും. അത് ഇന്റർസെക്ട് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് എടുക്കുക. ഈ രീതിയിൽ നമ്മൾ നോർമൽ ടേബിൾ യൂസ് ചെയ്തിട്ട് വാല്യൂ എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ് എനി ഫോർ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ് എന്നാണ്. നോർമൽ കർവ് ബെൽ ഷേപ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് മീൻ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മ്യൂ. ആൻഡ് നോർമൽ കർവിന്റെ കേസിൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആണ്. ക്വാർട്ടൈൽസ് ആർ ഇക്വി ഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. നോർമൽ കർവ് യൂണി മോഡൽ, ദാറ്റ് ഇസ് ഒറ്റ മോഡാണ് നോർമൽ കർവിന് ഉണ്ടാവുക. ഇനി പി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ Z1 തന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു 0.4251. അങ്ങനെയാണെങ്കിൽ Z1ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, നേരെ തിരിച്ച് ചെയ്യാം. അതായത് ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 0.4251 എന്ന് പറയുന്ന വാല്യൂ ചൂസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z വാല്യൂ നോക്കുക. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ വാല്യൂസ് നോക്കി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 0.4251 സ്പോട്ട് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റിൽ വാല്യൂ എടുത്തപ്പോൾ വി ഗോട്ട് 1.4 ആൻഡ് മുകളിൽ വാല്യൂ എടുത്തപ്പോൾ നമുക്ക് 0.04 എന്ന് കിട്ടി. 1.4 പ്ലസ് 0.04 എന്ന് പറഞ്ഞാൽ നമ്മുടെ Z1 വാല്യൂ എന്ന് പറഞ്ഞാൽ 1.44 എന്നാണ് വരിക. സോ ഈ രീതിയിൽ തിരിച്ചു ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. തിരിച്ചൊരു ജസ്റ്റ് 1 മാർക്കിന് ആ വാല്യൂ സ്പോട്ട് ചെയ്യുന്നു, കറസ്പോണ്ടിങ് Z വാല്യൂ എടുക്കുന്നു എന്നുള്ള കേസാണ്. അടുത്ത് നോക്കിക്കോ, എക്സ് ഒരു നോർമൽ വേരിയബിൾ ആണ് വിത്ത് മീൻ 50യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ 70 എന്നാണ്. എഗെയിൻ എക്സ് നമുക്ക് ആവശ്യമില്ല, വി നീഡ് സെഡിന് വേണ്ടിയിട്ട് എക്സിന് പകരം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്യുക. ദാറ്റ് ഇസ് 70ക്കും അതേ ചേഞ്ച് കൊടുക്കുമ്പോൾ 70 - 50/10 എന്ന്
എന്ന് വരും. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മേനെ നമ്മൾ സെഡ് എന്ന് വിളിക്കും. 70 മൈനസ് 50/10 എന്ന് പറഞ്ഞാൽ 20/10, ദാറ്റ് ഇസ് 2 എന്ന് വരും. സോ പി ഓഫ് സെഡ് ലെസ് ദാൻ 2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഫിഗർ നോക്കിക്കേ, സെഡ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അല്ലേ ഏകദേശം. സോ സെഡ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാവുന്നത് 0 മുതൽ ഒരു പോയിന്റ് വരെ ഫൈൻഡ് ചെയ്യാനാണ്. എടാ ഈ ഒരു ഹാഫില്ലേ അത് നമ്മൾ കഷ്ടപ്പെട്ട് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കറിയാം ഇറ്റ് ഇസ് 0.5. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫ് പോർഷൻ 0.5 ആണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. പിന്നെ 0 മുതൽ 2 വരെ നമുക്ക് കാണാൻ അറിയാം, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 നമ്മൾ നമ്മുടെ നോർമൽ ടേബിളിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കും. ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, 0.5നോട് 0.4772 ആണ് നമുക്ക് ടേബിളിൽ വാല്യൂ ഇട്ട് ആ ഒരു സം എടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദി പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് എക്സ് ബി എ നോർമൽ വേരിയബിൾ വിത്ത് മീൻ 5 ആൻഡ് എസ് ടി 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. നമുക്കറിയാം മീനും വേരിയൻസും തന്നാൽ, മീനും ഇവിടെ തന്നിട്ടുള്ളത് എസ് ജി ആണ് അല്ലേ. സോ മീനും എസ് ജിയും തന്നാൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് നമ്മുടെ സെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. സോ എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മൈനസ് മ്യൂക്ക് പകരം 5 കൊടുക്കുക, സിഗ്മയ്ക്ക് പകരം 3 കൊടുക്കുക. സോ എക്സ് മൈനസ് 5/3 എന്ന് വരും. ആൻഡ് ഫൈനലി ഡെയിലി വേജസ് ഓഫ് 1000 വർക്കേഴ്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 700 ആൻഡ് എസ് ഡി 50. മീനും തന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു. ചോദിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വേജസ് ആർ ബിറ്റ്വീൻ 690 ആൻഡ് 720 ആൻഡ് മോർ ദാൻ 750. അപ്പോൾ നമുക്ക് രണ്ട് കേസാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. പി ഓഫ് 690 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 720 കാണണം, അതേപോലെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 750 കാണണം. ഒന്നും നോക്കണ്ട, എക്സിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതേ ചേഞ്ച് ലെഫ്റ്റിലും റൈറ്റിലും കൊടുക്കുക. സോ നമുക്ക് എന്ത് കൊടുക്കാം, 690 മൈനസ് 700/50, കാരണം ഇതാണ് മ്യൂ ആൻഡ് ദിസ് ഇസ് സിഗ്മ. സോ 690 മൈനസ് 700/50 ഇസ് ലെസ് ദാൻ സെഡ് എന്ന് വരും. ദാറ്റ് ഇസ് ലെസ് ദാൻ 720 മൈനസ് 700/50 എന്ന് വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കേസാണ്. -0.2 to 0 കാണുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 0 to 0.2 കണ്ടാൽ മതി. ആൻഡ് 0 to 0.4 കാണുക. ഇത് രണ്ടും സം ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അതേപോലെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 750 എന്ന് പറഞ്ഞാൽ എക്സിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. 750നെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, 750 മൈനസ് 700/50 എന്ന് വരും. ദാറ്റ് ഇസ് പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. എടാ ഈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പോർഷനാണ് നമുക്ക് വരിക. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. 1നെക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാവുന്നത് 0 മുതൽ ഒരു പോയിന്റ് വരെ ഫൈൻഡ് ചെയ്യാൻ മാത്രമാണ്. നമുക്കിപ്പോൾ വേണ്ടത് 1ന്റെ അങ്ങോട്ടുള്ള പ്രോബബിലിറ്റി ആണ്. എന്താ ഐഡിയ, നമുക്കറിയാം ഈ ഒരു ടോട്ടൽ പ്രോബബിലിറ്റി 0.5 ആണ്. ടോട്ടൽ 0.5 ആണെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു പ്രോബബിലിറ്റി ദാറ്റ് 0 to 1 ഏരിയ നമ്മൾ മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി റിക്വയർഡ് ആൻസർ. സോ നമ്മൾ എന്താ ചെയ്യുക, 0.5ൽ നിന്ന് 0 to 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ ടേബിൾ നോക്കി എഴുതും. ആ ഡിഫറൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറത്തുനിന്ന് ചാപ്റ്റേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അല്ലാത്തത് പോട്ടെ, നമുക്ക് പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് റെഡിയാക്കാം. വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയുമാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സാം നന്നായിട്ട് പോയി എഴുതുക, നന്നായിട്ട് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എഴുതുക. നിങ്ങൾക്കറിയാം സ്റ്റാറ്റിയാണ്, നിങ്ങൾ ഈ വാല്യൂസ് എഴുതുമ്പോൾ തെറ്റാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. വാല്യൂസിലൊന്നും എറർ വരുത്താണ്ടിരിക്കുക. ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്താ പറയുക മാക്സിമം അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുക. കാരണം എക്സാം എഴുതി ആ ഒരു നല്ലൊരു ശീലം നിങ്ങൾക്ക് വന്നാൽ പബ്ലിക് എക്സാമിനും ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ആ രീതിയിൽ നന്നായിട്ട് എക്സാം എഴുതുക. ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അത് പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ലല്ലോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ലോ, ഇനി അതിനുള്ള സമയം നമുക്കില്ല. ഇനി പോവുക, ഉള്ളത് വെച്ച് നന്നായിട്ട് എക്സാം എഴുതുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ടെൻഷൻ അടിക്കാണ്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതി വരിക. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ നോക്കട്ടെ. യെസ്, അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇന്നലെയൊക്കെ നന്നായിട്ട് ലൈവൊക്കെ കണ്ടിരുന്നായിരുന്നു, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള യൂസ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഉണ്ടാവട്ടെ കേട്ടോ. എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുമ്പോഴേ. ഓക്കേടാ, ശരിടാ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ.